ഓക്കെ, ഗുഡ് ഈവനിങ്. കേൾക്കണ്ടോ എല്ലാവർക്കും? ഗുഡ് ഈവനിങ്. ഓക്കെ, ഗുഡ് ഈവനിങ്. എങ്ങനെ പോണു കാര്യങ്ങളൊക്കെ? എല്ലാവർക്കും കാണാൻ തന്നെയായിരിക്കും അല്ലെ? ഓക്കെ, എങ്ങനെ പോണു കാര്യങ്ങളൊക്കെ? വർക്ക് ചെയ്യാൻ പറ്റാറുണ്ടോ? ലാസ്റ്റ് ഡേ നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല, എക്സസൈസും ടാസ്കും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ മെക്കാനിക്കലാണെങ്കിൽ പ്ലാൻ ചെയ്യുക, ഒരു എലിവേഷനിലേക്ക് എത്തിക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രൈ ചെയ്തായിരുന്നോ നിങ്ങൾ? ട്രൈ ചെയ്തായിരുന്നോ? ട്രൈ ചെയ്യണം നമ്മള്. ഓക്കെ, ഫൈൻ. കുറെ പേര് ട്രൈ ചെയ്യുന്നുണ്ട്, കുറെ പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട്. നല്ല പോസിറ്റീവ് അപ്രോച്ച് തന്നെയാണ് നിങ്ങൾ എല്ലാവരും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് അതിൽ ഹാപ്പിയാണ്. ഓക്കെ, നമ്മളിപ്പോ ലാസ്റ്റ് സെഷനിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? ഓക്കെ, ഇന്ന് നമുക്ക് എന്താ പറയാ, പ്ലോട്ടിംഗ് എന്നൊരു കാര്യം പറഞ്ഞ് നമുക്ക് ഒരു ഇന്റർ കണക്ഷനോടെ കാണിച്ചു തരാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക, നമ്മുടെ ഗ്രൂപ്പിൽ പറയാം, നമുക്ക് അസിസ്റ്റ് ആവുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഒരു വൈൻഡപ്പ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാണ് നമ്മൾ ഇന്ന്. ഓക്കെ, ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ബേസിക്സ് ടൂൾസ് നമ്മൾ പറഞ്ഞു, ക്വിക്ക് ആയിട്ട് നമ്മൾ പറഞ്ഞു തരാം എല്ലാവർക്കും. ഓക്കെ, എന്തായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്, എവിടെയായിരുന്നു, നമ്മളിപ്പോ എവിടെ എത്തി എന്നുള്ളൊരു ഐഡിയ തരാം. അപ്പൊ അതിനിടയ്ക്ക് നിങ്ങൾ കുറെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുന്ന ടൂൾസ് പഠിച്ചിട്ടുണ്ട്, അത് മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഒന്ന് ആലോചിക്കുക, സർട്ടിഫിക്കേഷൻ എന്നുള്ള ഒരു പ്രാധാന്യം മാത്രം മുൻനിർത്തി നിങ്ങൾ ഒരു കോഴ്സും അങ്ങനെ ചെയ്യാതെ, ഓക്കെ, നമ്മൾ ഓട്ടോക്കാർഡ് തന്നെയല്ല, ഏതൊരു കോഴ്സായാലും അങ്ങനെ ചെയ്യാതെ നിങ്ങളുടെ ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ട് കൂടെ അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഓക്കെ, ഞാൻ ഇങ്ങനെ ഉപദേശിക്കാൻ നിൽക്കല്ല, എന്നാൽ ഞാൻ പറയാണ്. ഓക്കെ, ഇതിപ്പോ ഒരു പ്രീ കോഴ്സായിട്ട് നിങ്ങൾക്ക് അത്രയും ഓപ്പർച്യൂണിറ്റിയിൽ കിട്ടിയതാണ്. അപ്പോൾ സർട്ടിഫിക്കേഷൻ നമ്മൾ ഒറ്റ എയിമില്, അല്ലെങ്കിൽ ആ 90% അറ്റൻഡൻസ് നമ്മൾ ഒറ്റ എയിമിൽ വർക്ക് ചെയ്യാതെ, ഇതുകൊണ്ട് എനിക്ക് എന്റെ കരിയറിൽ എന്ത് ചേഞ്ച് വരുത്താം, ഓക്കെ, ഇതുകൊണ്ട് എനിക്ക് കരിയറിൽ എന്ത് മാറ്റം വരുത്താം. ഒരുപാട് ഒരുപാട് എഞ്ചിനീയേഴ്സ് ഉണ്ട്, അവരിൽ നിന്ന് എനിക്ക് എങ്ങനെ വ്യത്യസ്തമാകും. അതിപ്പോ ആർക്കിടെക്ചേഴ്സ് ആവാം, സിവിൽ റിലേറ്റഡ് ആയിട്ടുള്ളവരാവാം, മെക്കാനിക്കൽ ആവാം, എയറോട്ടിക്കൽ, എന്ത് ഫീൽഡ് ആയാലും എല്ലാവർക്കും വേണ്ട ബേസിക്സ് ഉള്ള അടിത്തറയാണ് ഈ ഓട്ടോക്യാഡ്. ഈ ഓട്ടോക്യാഡില് മിനിമം ബേസിക്സ് ഇത്രയെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ആ ഒരു ബേസിക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറൌണ്ട് ഒരു 200 സ്റ്റുഡൻസ് എത്തിക്കാൻ പറ്റിയതിൽ ഹാപ്പിനെസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതുപോലെ വർക്ക് ചെയ്യാൻ നിങ്ങളുടെ സൈഡിൽ നിന്ന്. ഓക്കെ, ഒന്ന് ചിന്തിക്കുക, നമ്മള് ഒരു എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ ഒരു ബിടെക് ഡിഗ്രി കൊണ്ട് മാത്രം നമ്മളൊന്നും എവിടെ എത്താൻ പോകുന്നില്ല. അതിന് എക്സ്ട്രാ, അത് നമ്മുടെ ഒരു എന്റെ ക്വാളിഫിക്കേഷൻ ആണ്, ഞാനൊരു എഞ്ചിനീയർ ആണെന്നുള്ള ക്വാളിഫിക്കേഷൻ ആണ്. അതിന് മുകളിലേക്ക് നിങ്ങളുടെ സ്കില്ലാണ് എല്ലാവരും അവിടെ വാല്യൂ ചെയ്യുക. ഒരുപാട് എഞ്ചിനീയേഴ്സ് ഉണ്ടാവും, ഒരുപാട് എഞ്ചിനീയറിംഗ് ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെ വേറിട്ട് നിൽക്കുന്നു. ഓക്കെ, ആ ഒരു കൺസെപ്റ്റിലേക്ക് എത്തണമെങ്കിൽ യു ഹാവ് ടു വർക്ക്. നിങ്ങൾ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, അത് ഈ ഒരു ഫീൽഡിൽ, ഈ സിറ്റുവേഷനിൽ നമുക്ക് എന്താ, ഒരുപാട് സോഫ്റ്റ്വെയർ ആവാം, അല്ലെങ്കിൽ QS QB, അങ്ങനെ ഒരുപാട് കേസ് ഉണ്ടാവും. ഈ സോഫ്റ്റ്വെയർ തന്നെ ഒരിക്കലും ഒരുപാട് പറയില്ല, ബട്ട് അതിന്റെ ബേസിക്സ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഫീൽഡിൽ അതിന്റെ ബേസിക്സ് എന്ന് പറയുമ്പോൾ ഓട്ടോക്യാഡ് ആയിരുന്നു. ഓക്കെ, തന്നെ അവിടുന്ന് ഒരുപാട് ക്ലാസ്സുകൾ നമുക്ക് ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ഇതനുസരിച്ച്, അതായത് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ വിഷൻ, ഒരിക്കലും ഒരു ഫോഴ്സ് ചെയ്തൊരു ക്ലാസ് എടുക്കാതെ അല്ലെങ്കിൽ ഒരു കോഴ്സ് എടുക്കാതെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള വ്യക്തമായ കോഴ്സുകൾ ചൂസ് ചെയ്ത്, ഓക്കെ, ഒന്ന് പറഞ്ഞു പോകണം. ഓക്കെ, കമ്പോണൻസ് ഡയഗ്രം, ഓക്കെ, ഞാൻ കാണിച്ചു തരാം. കമ്പോണൻസ് ഡയഗ്രം ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ്ങിന്റെ ഒരു ഉപകാരത്തിലേക്ക് എത്തുള്ളൂ. ഈവൻ ഇപ്പൊ ആർക്കിടെക്ചേഴ്സ് എടുത്തവരായിക്കോട്ടെ, മെക്കാനിക്കലുകാർക്ക് ഇനി ഒരുപാട് വിൻഡോസ് ഉണ്ട് അവരുടെ ഫ്രണ്ടില്. മെക്കാനിക്കലുകാരുടെ എന്ന ഇതിലേക്ക് പോവാണെങ്കിൽ സോളിഡ് വർക്ക്സ്, പാർട്ട് ഡിസൈൻ, ഓക്കെ, സർഫസ് മോഡലിംഗ്, ഡിസൈൻ ഫീൽഡിലേക്ക് പോകാൻ വേണമെങ്കിൽ അതൊരു വഴി മാത്രമാണ് അവരുടെ. രണ്ടാമത്തെ ഫീൽഡ് എന്ന് പറയുന്നത് അവർക്ക് വേണമെങ്കിൽ റിവറ്റ് MEP എന്ന് പറയുന്ന സംഭവമുണ്ട് അല്ലെ, മെക്കാനിക്കൽ ഇലക്ട്രിക് പ്ലംബിന്റെ ഡീറ്റെയിൽ ഡ്രോയിങ്സ് ഉണ്ട്, ആ വഴിയിലേക്ക് തിരിയാം. ചിലവർക്ക് അതിനെ അനലൈസ് ചെയ്യേണ്ട പാർട്ടിലേക്ക് വരും, അതായത് ഒരു ഇമ്പാക്ട് അസസ്മെന്റ്, അല്ലെങ്കിൽ ഒരു ഇമ്പാക്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിനെ ഡിപ്പിക്ട് ചെയ്യാം, ഒരു വെഹിക്കിൾ അല്ലെങ്കിൽ ഒരു മോഡൽ ഇമ്പാക്ട് വന്ന് എങ്ങനെ കാണിക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു ഡിഫറെന്റ് ഫീൽഡ് ഓഫ് സ്റ്റഡീസ് നമുക്ക് മുന്നിലുണ്ട്. നിങ്ങളുടെ അഭിരുചിക്ക്, നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ആപ്റ്റ് ആയിട്ടുള്ള ചൂസ് ചെയ്ത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക, എന്റെ താല്പര്യം ഏതാണെന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. ഇനി സിവിൽ എഞ്ചിനീയർ റിലേറ്റഡ് ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓട്ടോക്യാഡ് എല്ലാവർക്കും ബേസിക്സ് ഓട്ടോക്യാഡ് ആണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ റിവറ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ടാവും, ഈ ടാബ്, ഒരുപാട് സോഫ്റ്റ്വെയർ മേഖല പറയുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓൾവേസ് യു ഹാവ് ടു ചൂസ് യുവർ ഓൺ ആയിട്ട്, നമുക്ക് എന്താണോ ആയിത്തീരേണ്ടത് ഒരു എയിം ക്രിയേറ്റ് ചെയ്യുക, അതിലേക്ക് വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ, ലാസ്റ്റ് ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ഞാൻ ഒന്ന് ഐഡിയ തന്നെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഇന്ന് ഓട്ടോക്യാഡിൽ നോക്കാം. ഓക്കെ, ഞാൻ കമ്പോണൻസ് ഡയഗ്രം ഒന്നൊരു കാണിച്ചു തരാൻ പറഞ്ഞിരുന്നു. ഓക്കെ, ഞാൻ ആ കമ്പോണൻസ് ഡയഗ്രം ഒന്നൊരു കാണിച്ചു തരാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഒരു ഫയൽ ഇന്റർകണക്ട് ചെയ്തൊരു ഫയൽ ചെറുതായി ഒരു സെക്ഷൻ വരയ്ക്കാൻ നമ്മൾ പറഞ്ഞായിരുന്നോ? ഇതൊന്നും ഞാൻ ഒരു ഐഡിയ തന്നൂല്ലേ, സെക്ഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് അല്ലെ? സെക്ഷൻ എന്ന് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നൊരു ഐഡിയ തന്നായിരുന്നോ? ഒന്ന് ചാറ്റിൽ ഇടാവോ?
സെക്ഷൻ എങ്ങനെ വരയ്ക്കാം ഓക്കെ പറഞ്ഞല്ലോ അല്ലെ. ആർക്കെങ്കിലും ഡൗട്ട്സ്? ഓക്കെ ഷിഫാന. ഓക്കെ ഫൈൻ. ഓക്കെ യെസ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു. ഇതാണ് ഓട്ടോസ്കാഡ് സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓട്ടോസ്കാഡ് സ്ക്രീൻ കാണാൻ വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ ഫൈൻ. യെസ്. ഓക്കെ ഞാനിപ്പോ എന്ത് ചെയ്യാം, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞ ടാസ്ക്, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വാട്സാപ്പിലോ അതിലൊരു മെസ്സേജ് ഇട്ടാൽ മതി, നമുക്ക് നോക്കാം. നമുക്ക് അതനുസരിച്ച് വർക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ ഫൈൻ. ഓക്കെ എന്ത് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിലും ചോദിക്കണം. ഈ ഒരു ക്ലാസ് ഇന്നോ കഴിയുന്നതോടുകൂടി നിങ്ങളൊരു കണക്ഷൻ എൻഡ് ചെയ്ത് പോകാതെ നമുക്കൊരു എന്താ എല്ലായ്പ്പോഴും നിങ്ങൾക്കൊരു നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക, മെസ്സേജ് അയക്കുക. എല്ലായ്പ്പോഴും ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങൾ അയക്കുന്ന അപ്പൊ തന്നെ റിപ്ലൈ തരാൻ പറ്റിയില്ലെങ്കിലും ഓക്കെ ഡെഫിനറ്റ്ലി ഞാൻ റിപ്ലൈ തന്നിരിക്കും കേട്ടോ. ഓക്കെ ഫൈൻ. അപ്പോ ഇങ്ങനത്തെ ഒരു ലേഔട്ടിലേക്ക്, ഒരു ഓട്ടോകാഡ് പ്ലാൻ പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ലേഔട്ടിലേക്ക് എത്തിക്കണം. അതുപോലെ ഞാനൊരു പ്ലംബിംഗ് ഡ്രോയിങ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ ഈ ഒരു ഡയഗ്രത്തിലേക്കൊക്കെ നമ്മൾ എത്തിക്കണം. ഇതിലിപ്പോ ചെയ്യുന്ന കാര്യം എന്ത് നോക്കി നമുക്ക് അറിയില്ല, ഒരു എക്സാമ്പിൾ ഒക്കെ വെച്ച് നമുക്ക് കാണിച്ചു തന്നെ. ഇതിലിപ്പോ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പുതുതായിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല. ഇതൊക്കെ ആർക്കാണ്, ഇത് ലൈനാണ്, ഇതൊരു ആർക്കാണ്, ഇത്ര തന്നെ ഉള്ളൂ. ആ കൺസെപ്റ്റ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ മാത്രമേ ചേഞ്ച് ഉള്ളൂ അല്ലെ. ഇങ്ങനെ നീറ്റ് ആയിട്ട് നമ്മൾ റീഡബിൾ ആയിട്ട് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്ത് പ്രോപ്പർട്ടി ചെയ്തു അല്ലെ. ഓക്കെ ഇനി കമ്പോണൻസ് ഡ്രോയിങ്ങിൽ എന്താണ് കാണിക്കാന്ന് പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഈ കമ്പോണൻസ് ഡ്രോയിങ് ഒന്ന് സ്പെസിഫൈ ചെയ്യാവോ? ഓക്കെ എന്താണ് കമ്പോണൻസ് ഡ്രോയിങ്ങിൽ അരുണിമ? ഓക്കെ കമ്പോണൻസ് ഡയഗ്രാം ഒന്നുകൂടി സെൻഡ് ചെയ്യുമോ എന്നാണല്ലേ. ഓക്കെ ഫൈൻ. കമ്പോണൻസ് ഡയഗ്രാം ഒന്നുകൂടി ഞാൻ സെൻഡ് ചെയ്യാം. ഓക്കെ ഫൈൻ. ഓക്കെ കമ്പോണൻസ് ഡയഗ്രാം ഒന്നുകൂടി സെൻഡ് ചെയ്യാം. ഓക്കെ ഫൈൻ. അല്ലെങ്കിൽ ഞാനത് നമ്മുടെ ക്ലാസ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ ബട്ട് അത് നിങ്ങൾക്ക് നിങ്ങളുടെ റെഫറൻസിന് വേണ്ടി, ഇത് നിങ്ങൾ ഇതേപോലെ ഒരു കോപ്പി അടിച്ച് ഇതുപോലെ വെക്കാതെ നിങ്ങളുടെ റെഫറൻസിന് വേണ്ടിയാണ്, നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് മുഴുവൻ തരുന്നത് തന്നെയാണ്. ഓക്കെ അപ്പൊ നിങ്ങൾക്കത് എന്താ നിങ്ങൾ നല്ല രീതിയിൽ യൂസ് ചെയ്യാം. ഓക്കെ പ്ലാൻ വർക്ക്ഔട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇതൊരു പ്ലാൻ റിലേറ്റഡ് മാത്രമാണ്, സിവിൽ എഞ്ചിനീയർ റിലേറ്റഡ് ആണ്. ഓക്കെ ബട്ട് ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ഫൈൻ. ഓക്കെ അപ്പോ ഒരു പ്ലാനിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ. ഒരു സെക്ഷനെ കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു. എല്ലാം പ്ലോട്ടിംഗ് ആണ് അല്ലെ. പ്ലോട്ടിംഗ് ആണ്, റേ ലൈൻസ് വെച്ച് പ്ലോട്ട് ചെയ്തിരിക്കുകയാണ്, ഇവിടെ ഹാച്ച് ചെയ്തിരിക്കുകയാണ് അല്ലെ. പ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ റേ ലൈൻസ് വെച്ചിട്ട് ഇവിടുന്ന് മുകളിലേക്ക് പ്ലോട്ട് ചെയ്തിരിക്കണം ഓരോ എലമെന്റിനെയും. അതിലിപ്പോ ഒരു മെക്കാനിക്കൽ ഡ്രോയിങ് ഇതിന്റെ ഒരു സെക്ഷൻ എടുത്ത് വരയ്ക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ പ്ലോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു എലമെന്റിന്റെ സെക്ഷൻ വരയ്ക്കാന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ലെങ്ത്തിനെ പ്ലോട്ട് ചെയ്ത് ഇവിടെ കട്ട് ചെയ്യുന്ന എങ്ങനെയാണ്, അതനുസരിച്ച് വേണം നിങ്ങൾ വരയ്ക്കാൻ. നമുക്ക് മെക്കാനിക്കലി കുറച്ചുകൂടി റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് എന്തൊക്കെ ചെയ്യാം. ബാക്കി ഓട്ടോകാഡിലെ 2D എന്ന് ചെയ്യുന്നതിനേക്കാൾ ഉപരി മച്ച് മോർ ഈസിയറിൽ നമുക്ക് മെക്കാനിക്കൽ ഡ്രോയിങ്സ് ഒക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർസ് ഉണ്ട്. റിവിറ്റിലൊക്കെ നമുക്ക് ഒരുപാട് എളുപ്പമായിട്ട് ചെയ്യാം. ഓക്കെ നിങ്ങൾക്കിപ്പോ സ്ക്രീൻ കാണാൻ ഉണ്ടോ? ഓക്കെ ഏത് സ്ക്രീനാണ് കാണുന്നത്? ഹലോ 1 second. ഓക്കെ കാണുന്നുണ്ടല്ലേ. ഓക്കെ ഫൈൻ. ഓക്കെ എനിവേസ് അപ്പൊ നമുക്ക് ഇന്ന് നോക്കേണ്ടതിൽ വല്ല നിങ്ങൾക്ക് ഇത്ര പോർഷനിൽ വല്ല ഹൈലൈറ്റ് ചെയ്യേണ്ട പോർഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇടുക, ഞാനത് ഹൈലൈറ്റ് ചെയ്യാമെന്ന്. അല്ലെങ്കിൽ ഞാൻ പ്ലോട്ട് എന്നുള്ള ഓപ്ഷനിലേക്ക് കിടക്കാം ഡയറക്റ്റ്. എന്തെങ്കിലും നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ സാർ ഇതൊന്നുകൂടെ പറയണം, അല്ലെങ്കിൽ സ്കെയിൽ, അല്ലെങ്കിൽ റെക്ടാങ്കിൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കമാൻഡ്. സ്കെയിലൊക്കെ ഒരുപാട് യൂസ് ഉള്ളതാണ്. റെഫറൻസ് പറഞ്ഞു, ഞാൻ ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞു, ഇൻസേർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ നിങ്ങൾ ട്രൈ ചെയ്യുക. അറ്റ് ദ എൻഡ് യു ഹാവ് ടു ട്രൈ. ഓൾവേസ് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്താൽ മാത്രം അത് നിങ്ങൾക്ക് ഇത് കിട്ടും. ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ. ഏരിയ എന്നുള്ള കമാൻഡ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാനുള്ള കമാൻഡ് നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ അപ്പൊ ഇങ്ങനത്തെ ഒരു ലേഔട്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. ഓക്കെ ഞാൻ ഈ ഒരു ലേഔട്ട് അയച്ചു തന്നാൽ, അല്ലെങ്കിൽ ഞാനൊരു റെഫറൻസ് ആയിട്ട് ഒരു ഫയൽ അയക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ പറഞ്ഞെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ ഫൈൻ. പക്ഷെ ഇതൊക്കെ ഇപ്പൊ 2D മാത്രമേ നിങ്ങൾക്ക് അവൈലബിൾ ഉള്ളൂ അല്ലെ. ഓട്ടോകാഡ് 2D മാത്രമേ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എന്താണോ താല്പര്യം അനുസരിച്ച് നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് നെക്സ്റ്റ് ഫീൽഡുകളിലേക്ക് നിങ്ങൾക്ക് പോവാം. ഓക്കെ ഫൈൻ. ഓക്കെ അപ്പൊ ഇപ്പൊ ഞാൻ എന്നാ വേറെ ആർക്കും ഡൗട്ട് ഇല്ലാന്ന് വിചാരിക്കുന്നു. എങ്കിൽ ഞാൻ പ്ലോട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോകണ്ടേ? വേറെ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് പറയണോ? ഒന്ന് ചാറ്റിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് പറയാമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ പ്ലോട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോവാം. എങ്ങനെ പ്ലോട്ട് ചെയ്യാം, എങ്ങനെ ഒരു PDF ഷീറ്റ് ആക്കാം. കുറെ പേര് PDF ഷീറ്റ് ആയിട്ട് അയക്കുമ്പോൾ സംതിങ്, അതായത് നമുക്ക് ചിലപ്പോ എന്തായിരുന്നു ലെയർ ചിലത് കാണാനില്ല എന്നൊക്കെ പറയണ്ടായിരുന്നു. ഓക്കെ നമുക്ക് ആ ഒരു പ്ലോട്ട് ചെയ്യാൻ നോക്കിയാൽ ഇത് എങ്ങനെ പ്ലോട്ട് ചെയ്യാന്നുള്ള കാര്യം നോക്കാം. ഓക്കെ ഫൈൻ. ഈ ഒരു ഫയലിനെ പ്ലോട്ട് ചെയ്യുന്ന ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത്, ഓക്കെ നിങ്ങൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ലെയർ എന്നുള്ള കൺസെപ്റ്റ് തന്നെയാണ്. ഓക്കെ ഫൈൻ. ഏരിയ ഒന്നുകൂടി പറയാനല്ലേ. ഓക്കെ ഫൈൻ. ഏരിയ ഒന്നുകൂടി പറയാമല്ലോ. ഓക്കെ ഏരിയ എടുക്കാനാണെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ട് ഒരു ഏരിയ എടുക്കാം. ഇതിന്റെ ഒരു ഏരിയ എടുക്കാൻ വിചാരിക്കും. ഓക്കെ അപ്പൊ ഇതിന്റെ ഓപ്പൺ ടെറസിന്റെ വേണ്ട എനിക്ക് ഉൾഭാഗത്ത് മാത്രം ഏരിയ മതി.
ARE എന്നുള്ള കമാൻഡ് കൊടുക്കുക. ഓക്കെ, സോറി, ഏരിയക്കാണെങ്കിൽ ARE എന്നുള്ള കമാൻഡ് കൊടുക്കുക. ഓക്കെ, ARE എന്നുള്ള കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ചോദിക്കണം എന്താ, ഒരു കോർണർ നമ്മളോട് സ്പെസിഫൈ ചെയ്യണം. നമുക്ക് ഇഷ്ടമുള്ള ഒരു കോർണർ വരച്ചു കൊടുക്കുക അല്ലെ, അതൊരു ബെറ്റർ. ഓക്കെ, അപ്പൊ കോർണർ വരച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നതാ, ഇൻസൈഡ് ആണെങ്കിൽ വേണ്ടത് ഇൻസൈഡ് ഏരിയ ഞാൻ ഇങ്ങനെ പിക്ക് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ ഇപ്പോൾ ഒരു ഗ്രീൻ കളർ ലൈൻ പോലെ ഡിസ്പ്ലേ ആയിട്ട് വരണമാണ് അല്ലെ. ഓക്കെ, യെസ്, ഈ ഒരു ലൈൻ ആണ് നമ്മൾ ഇങ്ങനെ. അപ്പൊ ഏതാണോ പോയിന്റ്സ് വേണ്ട ആ പോയിന്റ്സ് ഡിഫൈൻ ചെയ്ത് ഇങ്ങനെ കൊടുത്തു പോകുക. ഓക്കെ, ഞാനിപ്പോ ചുമ്മാ ഒരു ഏരിയ മാത്രം കാണിച്ചത് മാത്രം അല്ലേ. ഞാൻ ഇവിടെ നിന്ന് എൻഡ് ചെയ്ത് എനിക്ക് തൽക്കാലം ഒരു എൻ്റർ കൊടുത്തു. ഓക്കെ, നമുക്ക് ഇവിടെ താഴെ കാണാം അല്ലെ, ഏരിയ കാണാമല്ലോ, 376002 എന്നുള്ള ഏരിയ കാണാം. ഓക്കെ, ഇതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ അതിനാണ് ക്വിക്ക് കാൽക്കുലേറ്റർ നമ്മൾ യൂസ് ചെയ്തത്. ഏരിയ ക്രിയേറ്റ് ചെയ്തൊന്നുമില്ല, ARE എന്ന് അടിക്കുക, എവിടേക്കാണ് വേണ്ടത് ആ പോയിന്റ്സ് ക്ലിക്ക് ചെയ്യുക, ഒരു എൻ്റർ പ്രസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് താഴെ ഭാഗത്ത് ഇവിടെ ചിലപ്പോൾ ഇത് നിങ്ങളുടെ ടേൺ ഓഫ് ഇത് ഇങ്ങനെ താഴ്ന്നിരിക്കേണ്ടാവും, അതുകൊണ്ടായിരിക്കും. ഇവിടെ ഒന്ന് ഡ്രാഗ് ചെയ്ത് മുകളിലേക്ക് ആക്കിയാൽ മതി, നിങ്ങൾക്ക് ആ ഇത് കിട്ടും. കണ്ടോ, ഇതാണ്. ഇനി ഇത് കൺട്രോൾ 9 ആണ്, ഇത് ക്ലോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കൺട്രോൾ 9 ആണ്, അത് മറക്കണ്ട. ഓക്കെ, കൺട്രോൾ 9 ഷോർട്ട് വഴി നമുക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ ഇത് ചിലപ്പോൾ ലെവലിൽ ഇങ്ങനെ താഴ്ന്നിരിക്കുന്നുണ്ടാവും, ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ അപ്പൊ നമുക്കൊരു വാല്യൂ ഉണ്ടല്ലേ, ക്വിക്ക് കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. ഓക്കെ, ഓക്കെ, ഫൈൻ. ദെൻ അപ്പൊ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കൺവേർട്ട് ചെയ്യാൻ പോവാം. യൂണിറ്റ് കൺവേർഷൻ എന്ന് പറയുന്ന പോയിന്റ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. യൂണിറ്റ് കൺവേർഷൻ അതൊന്ന് ട്രാക്ക് ചെയ്യാം. ഓക്കെ, യൂണിറ്റ് ടൈപ്പ് അതൊരു ഏരിയ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ചെയ്തത് മേ ബി സ്ക്വയർ ഇഞ്ചസ് ആയിരിക്കാം. ഓക്കെ, സ്ക്വയർ ഇഞ്ചസോ അല്ലെങ്കിൽ സ്ക്വയർ ഇഞ്ചസിലായിരിക്കാം. അത് നമുക്ക് സ്ക്വയർ മീറ്ററിലേക്ക് മാറ്റണം. സ്ക്വയർ ഇഞ്ചസിന്റെ വാല്യൂ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തു. ഓക്കെ, സ്ക്വയർ ഇഞ്ചസിന്റെ വാല്യൂ ആണ് ഇതാ ഈ കാണുന്നത്. ഓക്കെ, സോറി, വാല്യൂ കറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, 376. ഓക്കെ, യെസ്, 376 എന്നുള്ള രീതിയിൽ ടൈപ്പ് ചെയ്തു അല്ലേ. ഓക്കെ, അപ്പൊ ഇത് 242 എന്താ സ്ക്വയർ മീറ്റർ മാത്രമാണെന്ന് പറഞ്ഞു വന്നിരിക്കുന്നത്. സ്ക്വയർ ഫീറ്റ് ആക്കി കഴിഞ്ഞാൽ എത്രയും? ഓക്കെ, 2611 സ്ക്വയർ ഫീറ്റ് ആണ് ഇവിടെ മാത്രം എന്നാണ് വന്നിരിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ കൺവേർഷൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഏത് യൂണിറ്റിലാണ് ചെയ്തതെന്ന് നോക്കിയിട്ട് കൺവേർട്ട് ചെയ്താൽ മതി. QC എന്ന് പറഞ്ഞാൽ ഇതാണ് യൂസ് ചെയ്യുക, ARE ആണ് ഏരിയ യൂസ് ചെയ്യുക. ഓക്കെ, ഇനി അതിനോടൊപ്പം പറയാമെന്ന് വന്നപ്പോ ഡിസ്റ്റൻസ് DI എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഇങ്ങനെ മെഷർ ചെയ്യാതെ തന്നെ അറിയാം. DI എന്ന് ടൈപ്പ് ചെയ്ത് നോക്കി എവിടത്തെ X, Y, Z3 ഡയറക്ഷൻ അത് കണ്ടുപിടിക്കും. ID എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പോയിന്റിന്റെ എന്തെല്ലാം ഡീറ്റെയിൽസ് വേണം ID. ഓക്കെ, ID ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യാൻ അതിന്റെ X എവിടെ, Y എവിടെ, Z എവിടെ ഡിവിഷൻ നമുക്ക് കിട്ടും. ID ഒക്കെ എൻക്വയറി കമാൻഡ്സ് ആണ് കേട്ടോ. അതുപോലെ ഒരു സ്പ്ലൈൻ ഞാൻ വരച്ചിരിക്കും, സ്പ്ലൈൻ ഞാൻ വരച്ചു. സ്പ്ലൈൻ നമുക്ക് അറിയാൻ നമുക്ക് അവരില്ലേ. ജസ്റ്റ് ഇമാജിൻ ഇത് നമ്മുടെ എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു മെറ്റൽ ഷീറ്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ മെറ്റൽ ഷീറ്റിനെ ഈ ഒരു ഫോമിലേക്ക് ആക്കിയെടുത്താണ്, ഒരു എൻ്റയർ ലെങ്ത് ഉള്ള മെറ്റൽ ഷീറ്റിനെ ഈ ഒരു ഫോമിലേക്ക് ആക്കിയെടുത്താണ്. എങ്കിൽ ഈ ഒരു ഫോമിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഇതിന് എത്ര ലെങ്ത് ഉള്ള ഷീറ്റ് ഉണ്ടായാലാണോ നമുക്ക് ഇങ്ങനെ കർവ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഇതിന്റെ ലെങ്ത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഡയമെൻഷൻ കൊടുത്ത് നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞാൽ DM കൊടുത്ത് ഞാൻ ഇതിന്റെ ഒരു ലീനിയർ ഡയമെൻഷൻ ആണ് നമുക്ക് കിട്ടുള്ളൂ അല്ലെ, ശരിയല്ലേ? ഇതിന്റെ ഒരു ലീനിയർ ഡയമെൻഷൻ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇതാണ് നമുക്ക് ആ ഒരു വാല്യൂ 423707. എനിക്ക് അതല്ല വേണ്ടത്, എനിക്ക് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു. അപ്പൊ എത്രമാത്രം ലെങ്ത് ഉള്ള ഒരു ഷീറ്റിനെ കട്ട് ചെയ്തെടുത്താലാണ് എനിക്ക് ഈ ഒരു രൂപത്തിലേക്ക് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഒക്കെ അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക, LI എന്ന് കൊടുക്കുക, ലിസ്റ്റ്. ഓക്കെ, LI എന്ന് കൊടുക്കുക. ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നോക്കി എന്തെല്ലാം കാര്യങ്ങൾ അവിടെ കാണിച്ചു തരുന്നുണ്ടോ. ഓക്കെ, അപ്പൊ ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ സ്പ്ലൈൻ ആണ്, ഏത് ലെയറിലാണ്, എൻ്റയർ പ്രോപ്പർട്ടീസ് നമുക്ക് അവിടെ കിട്ടും. ഹാൻഡിൽ എത്രയാണ് അല്ലെങ്കിൽ അതിന്റെ ലെങ്ത് എത്ര നോക്കി, 6960, അതിന്റെ ഓർഡർ, അതിന്റെ ഓരോ പോയിന്റ്സും നമ്മൾ സ്പെസിഫൈ ചെയ്തില്ല. ആ ഓരോ പോയിന്റ്സിന്റെ X and Y കോർഡിനേറ്റ്സ് വരെ ക്ലിയർ ആയിട്ട് ഒരു ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടും. ലിസ്റ്റ് എന്നാണ്, LI എന്നാണ് ഷോർട്ട് കീ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ആഡ് ചെയ്തെന്ന് മാത്രം. ഓക്കെ, LI എന്ന ഷോർട്ട് കീ വെച്ചാൽ നമുക്ക്. അപ്പോ ഇങ്ങനെ ചെയ്തു. ഇനി ഇതിൽ അഡ്വാൻസ് ആയിട്ട് പറയാൻ വരുമ്പോൾ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഒരു പ്രൊജക്ട് നമുക്ക് എവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യണം എന്നുള്ളത് അറിയാം. ഓക്കെ, ഏതാണ് ലൊക്കേഷൻ സെറ്റ് ചെയ്യേണ്ട കാര്യം അറിയാം. ഓക്കെ, ഇതൊക്കെ നമുക്ക് എന്തിൽ ചെയ്യാൻ പറ്റും, നമ്മുടെ സോഫ്റ്റ്വെയറിൽ. നോക്കി ഇവിടെ ഇൻസേർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഡിയയിലേക്ക് വരണേ സെറ്റ് ലൊക്കേഷൻ ഒരു ഓപ്ഷൻ ഉണ്ടോ. സെറ്റ് ലൊക്കേഷൻ ഫ്രം മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രം മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ജോഗ്രഫിക് ഡാറ്റ ഇന്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ജോഗ്രഫിക് ഡാറ്റ വഴി നമുക്കൊരു പ്ലേസ് ചൂസ് ചെയ്യാം. ഓക്കെ, ചൂസ് ചെയ്തു. ഓക്കെ, സോറി, ദുബായ് ഒരു ഡ്രോപ്പ് മാർക്ക് ചെയ്യാം. ഓക്കെ, ഫൈൻ. ഞാനിപ്പം ജുമൈറ ഭാഗത്തായിട്ട്. ഓക്കെ, ഫൈൻ. ഓക്കെ, ഞാനൊരു ഡ്രോപ്പ് മാർക്ക് ചെയ്യുന്നു. ഓക്കെ,
അവിടുത്തെ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ്. ഓക്കെ, ഇനി ഓരോ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. ദുബായ് അല്ല, ഓരോ ഇതിനും ഓരോ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആണ്. ഇവിടെ നമ്മൾ DLTM എന്നാണ് പറയുക. ഓക്കെ, DLTM എന്ന് പറഞ്ഞാൽ ലോക്കൽ മെറിഡിയൻ ആണ്. ദുബായ് ലോക്കൽ മെറിഡിയൻ, WGS 84 യൂസ് ചെയ്യുന്ന ലോക്കൽ മെറിഡിയൻ. ആ ഒരു സിസ്റ്റം ആണ് ഫോളോ. നിങ്ങളിത് നിങ്ങളുടെ അറിവിലേക്ക് മാത്രമായിട്ടൊന്ന് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലൊക്കേഷനെ ഇവിടെ ഇമ്പോർട്ട് ചെയ്യാമെന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഒരു എൻട്രോ കൊടുത്തു. നിങ്ങൾക്ക് അങ്ങനെ കൂടെ എക്സ്റഫ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടോ ലൊക്കേഷനും കൂടെ ഇമ്പോർട്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് നമ്മുടെ പ്ലേസിലേക്ക് എന്ത് കൊണ്ടുവയ്ക്കാം, നമ്മുടെ എവിടെയാണ് ലൈവ് ലൊക്കേഷൻ എവിടെയാണോ അത് വരെ നമുക്ക് ഇതിൽ അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ എനിക്ക് ഇവിടെയാണ് നോക്കി, ഇപ്പൊ സൂക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ഒക്കെ പ്ലോട്ട്സ് ആണ്. ഒക്കെ ഒരു വേക്കന്റ് പ്ലോട്ടിലാണ്. ഇവിടെയാണ് നമുക്കൊരു അതൊരു വേക്കന്റ് ഏരിയ ആണല്ലേ. ഇവിടെയാണ് എനിക്കൊരു കസ്റ്റം ക്രിയേറ്റ് ചെയ്യണ്ടെങ്കിൽ ഞാനൊരു റെക്ടാങ്കിൾ ഇട്ട് ഈ ലൊക്കേഷൻ കോർഡിനേറ്റ്സ് എനിക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പോയിന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ചെറിയൊരു പേര് 223 എന്നുള്ള പേര് കൊടുത്ത് ഞാൻ ആ പോയിന്റിനെ അവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, അവിടെ ഇടുമ്പോൾ നിങ്ങൾക്ക് പോയിന്റിനെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ ഈ മാപ്പിനെ തൽക്കാലം ഒന്ന് ഓഫ് ചെയ്യാം. ഓക്കെ, ഞാൻ തൽക്കാലം ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ട് ഓക്കെ മാപ്പിനെ ഒന്ന് ഓഫ് ചെയ്യണം. ഓക്കെ, കാണണ്ടോ, അപ്പൊ ആ ഒരു ഏരിയ മാത്രമായിട്ട് എനിക്ക് മാപ്പ് കിട്ടി. ഇനി ഇവിടെയാണ് എന്റെ ആ ഒരു വീടിന്റെ പ്ലാൻ ലേഔട്ട് വരുന്നതെന്ന് കറക്റ്റ് ആയിട്ട് ഇവിടെ നമ്മൾ ചൂസ് ചെയ്ത് ഇവിടെയാണ് എന്റെ വീടിന്റെ പ്ലാൻ ലേഔട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനത്തെ അഡ്വാൻസ് ആയിട്ട് നമുക്ക് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ഡാറ്റ വഴി വരെ, സ്കെയിൽ വളരെ ചെറുതാണ്, സ്കെയിലൊക്കെ ഞാൻ പിന്നീട് പറയാം. ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ഡാറ്റ വഴി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക, ഈ ഒരു പോയിന്റ് എന്തൊരു പോയിന്റ് കാണാനുണ്ടല്ലോ ഇവിടെ, അതിനെ ഞാൻ അതിന്റെ ക്വിക്ക് പ്രോപ്പർട്ടി QPയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ ലാറ്റിറ്റ്യൂഡ് എവിടെ, ലോഞ്ചിറ്റ്യൂഡ് എവിടെ. ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത് വേൾഡിൽ ഒരു പോയിന്റ് ഒന്നേ ഉണ്ടാവുള്ളൂ. ഞാൻ ഇരിക്കുന്ന ഒരു പോയിന്റ് ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ഒന്നേ ഉണ്ടാവുള്ളൂ അല്ലെ, അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന അടുത്തായാലും ആ ഒരു പോയിന്റ് ഒന്നേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ചൂസ് ചെയ്യാൻ നമുക്ക് എന്ത് പറ്റും, ജോഗ്രഫിക്കൽ ലൊക്കേഷൻ വഴി കൊടുക്കാം. ഇങ്ങനെയാണ് ജോഗ്രഫി എക്സ്റഫ് അല്ലെങ്കിൽ ഇവിടെ സാങ്ഷൻ ഡ്രോയിങ്സ് ഒക്കെ, നമ്മുടെ നാട്ടിലൊക്കെ സാങ്ഷൻ ഡ്രോയിങ് എന്ന് പറയുന്നത് എന്താ നമ്മൾ പറയാ, 4 ഡയറക്ഷൻ അല്ലെ, അല്ലെങ്കിൽ 4 ഡയറക്ഷനിൽ ഇങ്ങനെയാണ് സൈഡിലെ വരമ്പ് ഇന്നോളുടെ അങ്ങനെയൊക്കെ നമ്മൾ പറയാം അല്ലെ. ഇവിടെ കോർഡിനേറ്റ് സിസ്റ്റം ആണ്. അപ്പൊ എന്താ വെച്ചാൽ മുനിസിപ്പാലിറ്റി ചെയ്യണ എന്താ കാര്യം എന്ന് വെച്ചാൽ അവര് വർക്ക് ചെയ്യുന്ന ഫയൽ ഇതൊരു കോർഡിനേറ്റ് സിസ്റ്റത്തിലായിരിക്കും. ഈ ഒരു പ്ലാൻ അവർ വരച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഈ ഒരു പ്ലാനിന്റെ കോർണർ എക്സാക്ട്ലി ആ ഒരു കോർഡിനേറ്റിലായിരിക്കണം. എക്സാക്ട്ലി ആ ഒരു കോർഡിനേറ്റ് ആകുമ്പോൾ മുനിസിപ്പാലിറ്റിയുടെ ഫയലിലേക്ക് അവർ ഇത് എക്സ്റഫ് ചെയ്യുമ്പോൾ, നമ്മൾ എക്സ്റഫ് പഠിച്ചു അല്ലെ, ഒരു മാപ്പ് തുറന്നു വെച്ചിട്ട് ഇത്രേ ഉള്ളൂ, അവർ മാപ്പ് ഓപ്പൺ ആക്കിയിട്ട് എക്സ്റഫ് ചെയ്യാം. ഓക്കെ, മാപ്സ് ഓപ്പൺ ആക്കിയിട്ട് മാപ്പ് ഓഫ് ആക്കിയിട്ട് അവർ മാപ്പ് ഓൺ ആക്കിയിട്ട് അവര് എക്സ്റഫ് ചെയ്യുക. ഏതെങ്കിലും ഒരു DWG ഫയൽ അവരിങ്ങനെ എക്സ്റഫ് ചെയ്യും. അപ്പൊ അങ്ങനെ എക്സ്റഫ് ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ഡിഫൈൻ ആവുകയാണ്, കറക്റ്റ് ലൊക്കേഷനിൽ അത് പോയി വീഴുകയാണ്. അത് ഈ ജോഗ്രഫിക് ഡാറ്റ കൊടുക്കുന്നതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഈ ഒരു പേപ്പറിനെ, ഇതൊരു പേപ്പറാണല്ലേ, ഈ ഒരു പേപ്പറിനെ എൻറ്റയർ ഗ്ലോബ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊരു പോസിബിലിറ്റി ആണ്. ഓക്കെ, ക്ലിയർ? ഇനി നിങ്ങളുടെ കയ്യിൽ ഒരു PDF ഉണ്ടെന്ന് വിചാരിക്കുക. വളരെ 18 ശേഷം 19 ശേഷമുള്ള ഒരു അപ്ഡേറ്റ് ആണ്. PDF ഇമ്പോർട്ട് നമുക്ക് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഒരു PDF ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ആ PDFനെ ഞാൻ നോക്കട്ടെ, ഏതെങ്കിലും ഒരു ഫയൽ ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, ആ ഒരു PDFനെ എക്സാക്ട്ലി കറക്റ്റ് ഇതാ, ഞാനൊരു ഈ ടിപ്പിക്കൽ ഡീറ്റെയിലിംഗ് ഒന്ന് ഇമ്പോർട്ട് ചെയ്യാൻ വിചാരിക്കാം. ഓക്കെ, ഇതാ ഓപ്പൺ ചെയ്തു. ഓക്കെ, ഓക്കെ ഫൈൻ, ഞാൻ രണ്ടൊന്നും ഇമ്പോർട്ട് ചെയ്താണ്, ഇതൊന്ന് ഇമ്പോർട്ട് ചെയ്യാണ് ഞാൻ. ഓക്കെ, സ്കെയിലൊക്കെ കൊടുത്തൊന്ന് ഇമ്പോർട്ട് ചെയ്തു. ഫൈൻ, ഒന്ന് ലോഡ് ആയിക്കോട്ടെ. എല്ലാ എലമെന്റ്സിനും ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഇതെല്ലാവർക്കും കേൾക്കുന്നുണ്ട്, കാണുമെന്ന് വിചാരിക്കണം. നിങ്ങൾക്കൊരു PDF ഫയൽ കിട്ടിക്കഴിഞ്ഞാൽ അതിലിരുന്ന് വരയ്ക്കേണ്ട കാര്യമില്ല, ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് എന്തായിട്ട് വരും, പോളി ലൈൻസും ലൈൻസ് ഒക്കെ ആയിട്ട് ക്രിയേറ്റ് ആയിട്ട് വരികയാണ്. ഓക്കെ, ഞാനൊരു PDFനെ ഇമ്പോർട്ട് ചെയ്തതാണല്ലേ അല്ലേ, ഒരു PDFനെ ഇമ്പോർട്ട് ചെയ്തത്. ബട്ട് സി ഇവിടെ നോക്കി, എല്ലാം ഒരു ഡ്രോയിങ് എലമെന്റ് ആയിട്ട് എനിക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വല്ല വർക്ക്സ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എഫക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യാനായിട്ട് PDF ഇമ്പോർട്ടിനെ കൊണ്ടൊക്കെ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? PDF ഇമ്പോർട്ട് ചെയ്ത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു പ്ലാൻ ലേഔട്ട് ആണ് കാണിക്കുന്നത് കേട്ടോ. ഒരു സ്റ്റുഡന്റ് ചെയ്തതാണ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് അതിന്റെ കോപ്പി ക്രിയേറ്റ് ചെയ്ത് തന്നാന്ന് തോന്നുന്നു. ഓക്കെ, ഇതാ ഉണ്ടോ? അപ്പൊ ആ ഒരു കമ്പോണന്റ് എത്ര എളുപ്പത്തിലാണ് നമ്മൾ അത് കവർ ചെയ്തത് അല്ലെ. അപ്പൊ ഒരു PDFനെ ഡയറക്റ്റ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്യാനൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്ത് ചെയ്യാം. അവിടേക്ക് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്, ചില എലമെന്റ്സ് മിസ്സിംഗ് ആണ്. യെസ്, ഓക്കെ. അപ്പൊ ഇതിൽ ചെറിയ ഡയമെൻഷൻ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഞാൻ ഈ PDF കൂടെ നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് തൽക്കാലം അതൊന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടൊക്കെ നോക്കുക. ഇതുപോലെ ഇമ്പോർട്ട് ചെയ്ത് എനിക്കും ഇങ്ങനെ പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ, ഈ ഒരു സെക്ഷൻ അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാം, എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, സിമിലർലി
മെക്കാനിക്കൽ ലെയറിന്റെ കാര്യത്തിൽ പറഞ്ഞ ഏതൊരു PDF ഫയൽ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് മാത്രമല്ല ഞാൻ വേറൊരു ടിപ്പിക്കൽ ഡ്രോയിങ് വേറൊരു PDF ഇമ്പോർട്ട് ചെയ്ത് കാണിച്ചു തരാം. PDF ഇമ്പോർട്ട് കൊടുത്തു ഞാൻ. ഓക്കെ, തൽക്കാലം ഞാൻ ഈ ഒരു എലമെന്റ് ഒരു ഫ്രെയിം ആണെന്ന് വിചാരിക്കാം. ഒരു ഫ്രെയിം സോൾഡ് വർക്സിലൊക്കെ നമ്മൾ ഫ്രെയിം ചെയ്യാറുണ്ട്. ഒരു ഫ്രെയിം ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, സ്കാൻ ചെയ്ത PDF ഫയൽ പറ്റില്ല, കാരണം സ്കാൻ ചെയ്ത ഒരു ഇമേജിനെ ആയിരിക്കും സ്കാൻ ചെയ്താവുക. ഇമേജിനെ സ്കാൻ ചെയ്ത് നമുക്ക് ഇതുപോലെ ഡിപ്പിറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾ എവിടെയെങ്കിലും വരച്ച് ആരെങ്കിലും ലേഔട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു PDF ഫയലാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്, നമുക്ക് ഇതുപോലെ ചെയ്യാം. ഓക്കെ, മനസ്സിലായല്ലോ? ആ ഒരു ഫയലിനെ ഇതുപോലെ എക്സ്ട്രാക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇമേജിനെ ഇട്ടാൽ ഇങ്ങനെ പറ്റില്ല. ഓക്കെ, ഇമേജിനെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഡയറക്റ്റ് ഒരു PDF-നെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറെ നമുക്ക് ബുദ്ധിമുട്ടില്ല. എന്താണോ ആവശ്യം ആ ഒരു കാര്യം മാത്രം ചേഞ്ച് ചെയ്ത് ഇവിടെ വർക്ക് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും? ഓക്കെ, ക്ലിയർ? One second. അപ്പൊ ഇത്രയാണ് ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ഓക്കെ, ഫൈൻ. നൗ ഞാൻ എന്ത് ചെയ്യാണ്? ഓക്കെ, ഇപ്പൊ ഇതിൽ നിന്ന് ആ ഒരു ഐഡിയ ഉണ്ടല്ലോ PDF എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാൻ. നമുക്ക് ഇതൊന്ന് പ്രിന്റ് എടുക്കാൻ എങ്ങനെ നോക്കാം. ഈ ഒരു ലേഔട്ട് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ലേഔട്ട് എങ്ങനെ വരും? ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ലെയർ പ്രോപ്പർട്ടീസിൽ ഒന്ന് പോവുക. ഒന്നാമത്തെ കാര്യം ഡെഫ് പോയിന്റ്സ് എന്ന് പറഞ്ഞ ലെയർ ഉണ്ട്, നമുക്ക് പലർക്കും പറ്റുന്നത് അല്ലേ? ഡെഫ് പോയിന്റ്സ് എന്ന് പറഞ്ഞ ലെയർ ഉണ്ടാവും. ഓക്കെ, അതിൽ ലെയറിലുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രിന്റിലേക്ക് കാണിക്കില്ല. ഓക്കെ, ഇവിടെ വരികയാണെങ്കിൽ ഞാൻ ഈ ലെയർ ഒന്ന് കാണിച്ചു തരാം. ഹോം ടാബിൽ വന്ന് ഓക്കെ, ഡെഫ് പോയിന്റ്സിലുള്ളതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രിന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഡെഫ് പോയിന്റ്സ് ഓക്കെ, 0 ഡെഫ് പോയിന്റ്സ്. അതിന് മാത്രം എന്തായിരിക്കും? ഓഫ് ആയിരിക്കും കേട്ടോ. തൽക്കാലത്തേക്ക് എന്തോ ഓഫ് ആയിരിക്കും, പ്രിന്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. ഡെഫ് പോയിന്റ്സ് ഉണ്ടോ? ലെയർ പ്രോപ്പർട്ടീസിൽ ഒന്ന് കാണിച്ചു തരാം. ഡെഫ് പോയിന്റ്സ് നോക്കി, ഡെഫ് പോയിന്റ്സിന്റെ ലെയറിൽ മാത്രം കണ്ടോ പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ ഡിസേബിൾ ആണ്. ഈ പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ ഡിസേബിൾ ആണോ എന്നുള്ളത് ആദ്യമേ നിങ്ങൾ നോക്കണം. ഓക്കെ, പ്രിന്റ് എന്ന ഓപ്ഷൻ ഡിസേബിൾ ആണെങ്കിൽ ആ ലെയറിലുള്ള എലമെന്റ്സ് ഒന്നും കാണിക്കാൻ പറ്റില്ല. പ്രിന്റ് ഇരിക്കുമ്പോൾ കാണിക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി ഇതിനെ പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു ഫയലിനെ പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ എന്റെ ഒരു ഡ്രോയിങ്ങിലെ എന്റെ ഒരുപാട് എലമെന്റ്സ് ഉണ്ട് അല്ലേ? ഇവിടെ ഒരു ഫയൽ ഉണ്ട്, ഞാൻ ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഒരുപാട് എലമെന്റ്സ്. അപ്പൊ എനിക്ക് ആവശ്യമുള്ളത് മാത്രം പ്രിന്റ് ചെയ്യണം. Ctrl+P എന്നുള്ള ഷോർട്ട് കീ കൊടുക്കുക. ഓക്കെ, Ctrl+P. ബാച്ച് പ്ലോട്ട് എന്നുള്ള എലമെന്റ് ഉണ്ട്, നമുക്ക് പിന്നീട് പറയാം. ഓക്കെ, അഡ്വാൻസ് ആണ്. ഞാൻ കൺട്രോൾ സിംഗിൾ ഷീറ്റ് ഇട്ട് എങ്ങനെ പ്ലോട്ട് ചെയ്യണം ഐഡിയ തരാം. ഓക്കെ, Ctrl+P എന്ന് പറയുന്നത് കണ്ടിന്യൂ ടു പ്ലോട്ട് ടു സിംഗിൾ ഷീറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കും. ഒരു ഷീറ്റ് ആയിട്ട് ഒന്ന് പ്ലോട്ട് ചെയ്യാൻ പോകാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെയാണ് നമുക്കത് എക്കാഡ് എന്ന് പറയുന്നത് ഓട്ടോക്യാഡ് കളർ കോപ്പി ആയിരിക്കും. എക്കാഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഫൈൻ. എക്കാഡ് എന്ന് പറയുന്നത് കളർ ആയിരിക്കും. ഗ്രേ സ്കെയിൽ എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. ഓക്കെ, ഫൈൻ. അതാണ് ഇവിടെ വന്നത്. ദെൻ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന എലമെന്റിനെ DWG എന്ന് പറയുന്ന ഡ്രോയിങ് അല്ല, അതിനെ PDF-ലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോകുന്നു. അത് ഈ ലിസ്റ്റിൽ നിന്ന് ചൂസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, DWG to PDF എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ക്ലിയർ ആണോ? ദെൻ അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് പേപ്പറിന്റെ സൈസാണ്. ഓക്കെ, ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, ഏറ്റവും ഈസി ആയിട്ട് അപ്പൊ പേപ്പർ സൈസ് എന്ന് പറയുന്നത് A3 ആവാം, A2 ആവാം, A1 ആവാം. ഇതല്ലാതെ അഡ്വാൻസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് വേണമെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു പേപ്പർ ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. തൽക്കാലം നമുക്ക് A3 അല്ലെങ്കിൽ A2 ഏതിൽ എന്ത് ചെയ്യാം, എങ്ങനെ പ്ലോട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ, എങ്ങനെ പ്ലോട്ട് ചെയ്ത് ആ ഒരു എൻഡിലേക്ക് എത്തിക്കാം എന്നുള്ളത് നോക്കാം. ക്ലിയർ? ഫൈൻ. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ പേപ്പർ സൈസ് ഓക്കെ, ഇവിടെ ഞാൻ പേപ്പർ സൈസ് ഉണ്ട്. ആ പേപ്പർ സൈസ് ISO A3 420/897 ഉണ്ട്. അതായത് 420 വിത്ത് X and Y ആണ് കേട്ടോ. ഓക്കെ, A3 അല്ലെങ്കിൽ A4 ഡയമെൻഷൻ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ പ്ലോട്ട് ചെയ്യേണ്ടത് ആ ഒരു സൈസിലേക്ക് ഇവിടെ അസൈൻ ചെയ്ത് കൊടുക്കുക. 420 എന്ന് പറഞ്ഞാൽ X-ലായിരിക്കും, 420 Y ആയിരിക്കും താഴേക്ക് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കും. ദെൻ നമുക്ക് ഇവിടെ പേപ്പർ സൈസ് അസൈൻ ചെയ്യാം. എന്താണ് ഇവിടെ പ്ലോട്ട് ചെയ്യേണ്ടത്? വാട്ട് ടു പ്ലോട്ട് അല്ലെ? ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഒരു ഫയലിൽ തന്നെ ഒരുപാട് ലേഔട്ടുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഉണ്ടാവും. നമുക്ക് ലേഔട്ടുകൾ ക്രിയേറ്റ് ചെയ്ത് ചെയ്യാം. ഓക്കെ, അതൊക്കെ അഡ്വാൻസ് പറഞ്ഞു തരാം. ഓക്കെ, ഒരു അഡ്വാൻസ് ക്ലാസ്സുകളിൽ നമുക്ക് അത് എടുക്കേണ്ട കാര്യമാണ്. ഞങ്ങൾക്ക് ഒരു ക്വിക്ക് ഐഡിയ എങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഔട്ട്പുട്ടിലേക്ക് എത്താം എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി വാട്ട് ടു പ്ലോട്ട് എന്നുള്ളടത്ത് എനിക്ക് ഇവിടെ ചൂസ് ചെയ്യാം. either എനിക്കൊരു വിൻഡോ, ഞാൻ വരച്ചു വിൻഡോ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്പ്ലേ എന്താണോ ഇപ്പൊ ഡിസ്പ്ലേയിൽ കാണുന്നത് മുഴുവൻ പ്ലോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ലിമിറ്റ്സ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഒരു ലിമിറ്റ് സെറ്റ് ചെയ്ത് 0 to 1200 നമ്മൾ 10,000 ലിമിറ്റ് സെറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു. അതിന് ഈ ഒരു കേസിലാണ് ലിമിറ്റ് സെറ്റ് ചെയ്ത ലിമിറ്റ് വരെയുള്ള ഡ്രോയിങ്സിനെ മാത്രം
പ്ലോട്ട് ചെയ്താൽ മതി എന്നുള്ള വേണമെങ്കിൽ എനിക്ക് ഇവിടെ അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, നമുക്കിപ്പോ മോസ്റ്റ് കേസിൽ നമ്മുടെ ഈ ഒരു കേസിൽ എനിക്ക് വിൻഡോ ആണ് പ്ലോട്ട് ചെയ്യുന്നത്. വിൻഡോ എന്ന് പറയുന്നത് ഞാനായിട്ട് സെലക്ട് ചെയ്യുന്ന ആ ഒരു വിൻഡോ അല്ലെങ്കിൽ ആ ഒരു റീജിയൻ. ഓക്കെ, അപ്പൊ ഞാൻ വിൻഡോ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോയി. ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു പ്ലോട്ട് എന്താ ഇത്രയാണ് എനിക്ക് പ്ലോട്ട് ചെയ്യേണ്ടത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, നോർമലി നമ്മൾ ലേഔട്ട് ആഡ് ചെയ്തിട്ടാണ് ചെയ്യാറ്. ഓക്കെ, നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ. വിൻഡോ ആഡ് ചെയ്തു അല്ലെ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഇതിൽ മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ DWG to PDF ആവണം. ഓക്കെ, പ്രോപ്പർട്ടീസിലേക്ക് പോകണില്ല. ഓക്കെ, ISO A3 എന്ന് പറയുന്ന പേജിലേക്ക് ഏതാണ് സൈസ് വേണ്ടത് ചൂസ് ചെയ്യാം, എന്താണ് പ്ലോട്ട് ചെയ്യേണ്ടത് ചൂസ് ചെയ്യാം. ഇനി സെന്റർ ഓഫ് ദ പ്ലോട്ട് ചൂസ് ചെയ്യാം. സെന്റർ ഓഫ് ദ പ്ലോട്ട് അല്ലാതെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തണം, അല്ലെങ്കിൽ എക്സിൽ ഒരു മാർജിൻ ഇടാൻ വേണ്ടി. ഓക്കെ, ആ മാർജിൻ ഇടാൻ വേണ്ടി കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് കുറച്ച് സൈഡിലേക്ക് നീക്കാം. ആ ഒരു ഓപ്ഷൻ ഒക്കെയാണ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, ആ ഒരു ഓപ്ഷൻ കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വേണമെങ്കിൽ വർക്ക് ചെയ്യാം. അല്ലെങ്കിൽ സെന്റർ ഓഫ് ദ പ്ലോട്ട് എക്സാക്ട്ലി സെന്റർ ഓഫ് പ്ലോട്ട് വരും. ഫിറ്റ് ടു പേപ്പർ കൊടുക്കുക. അപ്പൊ പേപ്പറിന്റെ സൈസ് അനുസരിച്ച് അവർ ഓട്ടോമാറ്റിക്കലി ഫിറ്റ് എന്നുള്ള അലൈൻമെന്റിലേക്ക് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ക്വാളിറ്റി എന്ത് ചെയ്യുക, ഡ്രാഫ്റ്റ് നോർമൽ ക്വാളിറ്റി തന്നെ വെച്ചാൽ മതി. ഇനി പ്ലോട്ട് ഓപ്ഷൻസ്, ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. പ്ലോട്ട് ഓപ്ഷൻസിൽ പ്ലോട്ട് ഒബ്ജക്ട് ലൈൻ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ലൈൻ ഒരുപാട് തിക്നെസ് കൊടുത്തു അതിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വെക്കും. അപ്പൊ ലൈൻ വെയിറ്റ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പ്ലോട്ട് ഒബ്ജക്ട്സ് ഇൻ ലൈൻ വെയിറ്റ്സ് യൂസ് ചെയ്യാം. ട്രാൻസ്പെറൻസി കൊടുത്ത ട്രാൻസ്പെറൻസിനെ പ്ലോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ ആക്ടിവേറ്റ് ചെയ്യണം. ഓക്കെ, പ്ലോട്ട് വിത്ത് പ്ലോട്ട് സ്റ്റൈൽസിനായിട്ട് പെൻ സ്റ്റൈൽസ് അസൈൻ ചെയ്യാൻ പറ്റും നമുക്ക്. അതായത് പെൻ സ്റ്റൈൽ അസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ ചിലർ കമ്പനികൾക്ക് ഒരു റിക്വയർമെന്റ് ഉണ്ടാവും അല്ലെ, ഈ വൈറ്റ് കളറിൽ കാണുന്ന എലമെന്റ്സ് അല്ലെങ്കിൽ ഈ ഗ്രീൻ കളറിൽ കാണുന്ന എലമെന്റ്സിനൊക്കെ പ്രിന്റ് ചെയ്യുമ്പോൾ റെഡ് ആയിട്ട് കാണിക്കണം അല്ലെ, അല്ലെങ്കിൽ ഇന്ന ലൈൻ വെയിറ്റ് ഉള്ള എലമെന്റിനെ ഒക്കെ ഇന്ന ലൈൻ വെയിറ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്യുമ്പോൾ മാത്രം മാറ്റണം. അങ്ങനെയാണെങ്കിൽ പെൻ സ്റ്റൈൽ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. അത് നമുക്കൊരു അഡ്വാൻസ് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു സോഫ്റ്റ്വെയറും പഠിച്ച് തീരില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് ബേസിക്സ് നോളേജ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ എസെൻഷ്യൽ ഫാക്ടറാണ് അല്ലെ. അപ്പൊ അതിലേക്ക് വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കുറച്ച് ടൂൾസ് കൂടെ അസൈൻ ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തത് അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇതൊന്ന് ഓർത്തിരിക്കുക നിങ്ങൾ. പ്ലോട്ട് ഇൻ ലൈൻ ഒബ്ജക്ട്സ്, ലൈൻ വെയിറ്റ് എന്താണ്, ട്രാൻസ്പെറൻസി എന്താണ്, പ്ലോട്ട് സ്റ്റൈൽ എന്താണ് നമുക്ക് ഓർത്തിരിക്കും. ഓക്കെ, ഇനി ഈ ലേഔട്ട്സിലേക്ക് ചേഞ്ച് വരുത്തണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ ലേഔട്ട്സിലേക്ക് അപ്ലിക്കബിൾ ആക്കണോ എന്ന് മാത്രമാണ് ചോദിക്കുന്നത്. ഓക്കെ, അതൊന്നും വേണ്ട. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, തൽക്കാലം ഓക്കെ കംപ്ലീറ്റ് അല്ല, തൽക്കാലം പ്രീവ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോകുന്നു. പ്രീവ്യൂ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കാണാം അല്ലെ, ചില സ്ഥലത്ത് നമുക്ക് ലൈൻ വെയിറ്റ്സ് തിക്നെസ് കൂടുതലുണ്ട് അല്ലെ. പ്ലോട്ട് ലൈൻ വെയിറ്റ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് കൊടുത്തുകൊണ്ടാണ് അല്ലെ. ഓക്കെ, അല്ലെങ്കിൽ ഇത് നോർമൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. ഡ്രോയിങ് ഫയൽ കാണാം, നമ്മൾ ചെയ്തൊക്കെ ആയിട്ട് ഇവിടെ കാണാം. നമ്മളിപ്പോ ഒരു ലെയറും ഈ ഒരു ഡ്രോയിങ്ങിൽ ഒരു ലെയർ ഒന്നും സ്പെസിഫിക് ആക്കിയിട്ടില്ല അല്ലെ. ഇങ്ങനെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, പ്ലോട്ട് ലൈൻ വെയിറ്റ്സ് ഞാൻ ഓഫ് ചെയ്തു. ഇനി ഞാൻ പ്രീവ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ ഓക്കെ നോക്കുക, ആ ഒരു ലൈനിന്റെ തിക്നെസ് കാണുന്നുണ്ടോ ഇവിടെ? ഇല്ല. ആ ഒരു തിക്കർ ലൈൻസിനെ കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ ഒരു ലൈൻ വെയിറ്റ് കൂട്ടി കൊടുത്ത ലൈൻസ് ഇല്ല, എല്ലാം ഒരേ ഒരു ലൈൻ വെയിറ്റിലാണ് കാണിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫ്രീ ലൈസൻസ് വേർഷൻ സ്റ്റുഡന്റ് വേർഷൻ ആയതുകൊണ്ട് സൈഡിൽ സ്റ്റുഡന്റ് വേർഷൻ ഒരു ലോഗോ പോലെ അവിടെ ഉണ്ടാവും. ഓക്കെ, ഇനി അത് ഓറിയന്റേഷൻ ലാൻഡ്സ്കേപ്പ് വേണോ പോർട്രേറ്റ് വേണോ എന്നുള്ളതാണ് അല്ലെ. അത് ചൂസ് ചെയ്യാം. ദെൻ ഓക്കെ ഹിറ്റ് ചെയ്യാം. ഓക്കെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എവിടേക്ക് ഇത് ഈ PDF ഫയലിനെ സേവ് ചെയ്യണം. ഓക്കെ, ഡെസ്ക്ടോപ്പിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു നോക്കി 1500 ഓക്കെ പ്ലാൻ എന്ന് സേവ് ചെയ്യണം. ക്ലിയർ ആണോ? പ്ലോട്ട് ചെയ്യാനത് ഏതൊരു ഓപ്ഷനിലാണെങ്കിലും സെയിം തന്നെയാണ് കേട്ടോ. ഈ ഒരു ഫയർ ഫൈറ്റിംഗ് എടുക്കാം. പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീൻ കാണാനുണ്ടോ? എന്റെ സ്ക്രീൻ കാണാനുണ്ടോ? പ്ലോട്ട് ചെയ്തൊരു PDF ആയിട്ട് നമുക്കിപ്പോ കാണാം ഇതിനെ ഉണ്ടോ? അപ്പൊ ഈ ഒരു ലെവൽ ഔട്ട്പുട്ടിലേക്ക് നമ്മൾ എത്തിക്കണം. എൻഡ് റിസൾട്ടിലേക്ക് എത്തുമ്പോൾ ഈ ലെവൽ അറ്റ്ലീസ്റ്റ് യു ഹാവ് ടു ക്രിയേറ്റ് ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്ഷൻ എലിവേഷൻ. അതെങ്കിലും നമ്മൾ ചെയ്തിരിക്കണം. ഓക്കെ, നമുക്ക് അത് ക്ലയന്റിന്റെയും റിക്വയർമെന്റ്സ് അനുസരിച്ചാണ്. പിന്നെ ഡീറ്റെയിൽസ് ഓഫ് ജോയിൻ അതൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു രീതിയിലേക്ക് ഒരു ടൈറ്റിൽ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യും. ടൈറ്റിൽ ബ്ലോക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത് ഒരു പ്രൊഫൈൽ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ടൈറ്റിൽ ബ്ലോക്ക് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു ജസ്റ്റ് ഒരു ടൈറ്റിൽ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു സൈസ് A1 A2 ഒരു സൈസ് വെച്ച് ലൈൻസ് നോട്ട് ചെയ്ത് മാത്രം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ടൈറ്റിൽ ബ്ലോക്ക് ആണ് ഉള്ളത്. അവിടെ പ്ലിന്ത് ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഓക്കെ സോറി ഓക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിനെ നമുക്ക് ഡാറ്റ ലൈൻസ് അത് പ്ലോട്ട് സ്റ്റൈൽസിലുള്ള ഓപ്ഷൻ ആണ് കേട്ടോ. ഡാഷ് ലൈൻസിനെ എങ്ങനെ മാറ്റാന്നുള്ളത് ഓക്കെ ഞാൻ പറയാം. ഓക്കെ, അപ്പൊ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇതാ ഓക്കെ, നമുക്ക് ഇവിടെ സ്ക്രീൻ കാണാണ്ടല്ലേ? ഓട്ടോക്യാഡിന്റെ സ്ക്രീൻ എല്ലാവർക്കും കാണാണ്ടല്ലോ അല്ലെ? ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പൊ അങ്ങനെ ഞാനത് പറഞ്ഞു തരാം. ഓക്കെ, എനിക്കൊന്ന് മെസ്സേജ് ഇട്ടാൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഗിയേഴ്സ് പോലെയുള്ള എലമെന്റ്സ് കിട്ടും. ഗിയേഴ്സ് പോലെയുള്ള എലമെന്റ്സ് ഞാൻ നോക്കട്ടെ കേട്ടോ. എലമെന്റ്സ് മെക്കാനിക്കൽ ആയിട്ടുള്ള എലമെന്റ്സ് കുറച്ചുണ്ട്, ഞാൻ അയച്ചു തരാം. ഓക്കെ ഫൈൻ.
ഓക്കെ, ഡാഷ് ലൈൻസ് കണ്ടിന്യൂസ് ലൈൻസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ട കാര്യം ലൈൻ സ്റ്റൈലില് അതിന്റെ സ്കെയിൽ എത്രയാണെന്നാണ്. പ്ലോട്ട് ലൈൻ സ്കെയിൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൊണ്ട് ഒന്ന് ക്ലിയർ ചെയ്തിട്ടൊന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കുക. അപ്പൊ കൺട്രോൾ പി എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക, കണ്ടന്റ് ടു സിംഗിൾ ഷീറ്റ് BWG ടു PDF എന്ന രീതിയിൽ പ്ലോട്ട് ചെയ്ത് ഒരു PDF ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു PDF ഔട്ട്ലൈൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് എടുക്കുമ്പോഴാണ് ഒരു ഫൈനൽ എൻഡ് പ്രൊഡക്റ്റ് എന്നുള്ള റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുക. ഓക്കെ, ഈ PDF പ്ലോട്ട് ചെയ്തത് ക്ലിയർ ആണോ എല്ലാവർക്കും? PDF പ്ലോട്ട് ചെയ്ത് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? PDF പ്ലോട്ട് ചാറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഓക്കെ. കൺട്രോൾ പി, ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കുക, ലെയേഴ്സിനെ നോക്കുക. ഓക്കെ, ഏതെങ്കിലും ഓഫ് ചെയ്ത് കിടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക, കൺട്രോൾ പിയിൽ ഓഫ് ചെയ്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, അത് പ്ലോട്ട് ചെയ്യുമ്പോൾ ലൈൻ വെയ്റ്റ്സ് ലൈൻ ഓപ്ഷൻസ് ചെയ്യുക. എല്ലായ്പ്പോഴും നമ്മൾ എന്ത് ചെയ്യാം, എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നൊരു ഓപ്ഷൻ കൊടുക്കുക, PDF-ലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, കൺട്രോൾ പി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഗൈൻ ഞാൻ കാണിച്ചു തരാം, ഇതിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ മറക്കാതെ ചെയ്യാം. പേപ്പർ സൈസ് എന്തിനെ പ്ലോട്ട് ചെയ്യണം, ഇത് ഒരു ഇമ്പോർട്ടൻ്റ്. നമുക്ക് എന്താണ് വേണ്ടത്, വിൻഡോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇപ്പൊ എനിക്ക് ഈ ഒരു എന്താ പറയാ, ഈ ഒരു പ്ലാൻ വ്യൂ മാത്രം മതി എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു പ്ലാൻ എലിവേഷൻ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രീവ്യൂ എടുത്ത് കഴിഞ്ഞിട്ട് നേരെ അത് മാത്രമായിട്ട് കാണാം അല്ലെ. ഓക്കെ, അപ്പൊ എന്ത് പ്ലോട്ട് ചെയ്യണം എന്നുള്ളത് കൂടെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ലൈൻ വെയിറ്റ് എങ്ങനെ സെറ്റ് ചെയ്യുന്നത്? ലൈൻ വെയിറ്റ് സെറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രോപ്പർട്ടിയിലാണ് ലൈൻ വെയിറ്റ് സെറ്റ് ചെയ്യേണ്ടത്. ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഒരു ലൈൻ വരച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടിയിൽ നിന്നാണ് എന്ത് ചെയ്യുക, ലൈൻ വെയിറ്റ്സിന്റെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ സെയിം പ്രോപ്പർട്ടി തന്നെ ലൈൻ വെയിറ്റ് ഇവിടെ ഉണ്ട് തന്നോ, ലൈൻ വെയിറ്റ് പോയി കഴിഞ്ഞാൽ ലൈൻ വെയിറ്റ് ചേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ സെയിം പ്രോപ്പർട്ടി നമുക്ക് എന്താ ക്വിക്ക് ആയിട്ട് നമുക്ക് ഇവിടെ റിബണിലും ഉണ്ട് അല്ലെ, റിബണിൽ വന്നാലും നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാം. ഓക്കെ ഫൈൻ. അപ്പൊ ഇങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്ത് നമ്മൾ ഇന്നലെ പറഞ്ഞു റൈറ്റ് ബ്ലോക്ക് എന്നൊരു കണ്ടന്റ് പറഞ്ഞു അല്ലെ. ഇങ്ങനെ റൈറ്റ് ബ്ലോക്ക് ചെയ്യണം എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ ഇന്റർഓപ്പറബിലിറ്റി കൂടെ പഠിച്ചിരിക്കണം. ഒരു സോഫ്റ്റ്വെയർ ഡീൽ ചെയ്യുമ്പോൾ അടുത്തൊരു സോഫ്റ്റ്വെയറിലേക്കുള്ള കണക്ഷൻ കൊടുത്ത് നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് അത് എൻഡ് റിസൾട്ടിലേക്ക് എത്തുള്ളൂ. ഇങ്ങനെ ഓട്ടോകാഡിൽ നമ്മൾ എന്തിനാ ഡീറ്റെയിൽ ആയിട്ട് ഡിസൈൻ ചെയ്യുന്നത്, എന്തിനാണ് 3D മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓട്ടോകാഡിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസൈൻ ചെയ്യുക അല്ലെ. 3D മോഡൽ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓട്ടോകാഡിൽ ക്രിയേറ്റ് ചെയ്ത ഈവൻ ഒരു പ്ലംബിങ്ങോ അല്ലെങ്കിൽ എന്താ ആയിക്കോട്ടെ, ഓട്ടോകാഡിൽ ക്രിയേറ്റ് ചെയ്യുന്ന മോഡല് ഓക്കെ, നമുക്കത് ക്ലിയർ ആയിട്ട് 3D മോഡൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓൾവേസ് നമ്മൾ ഈ ഒരു ഓട്ടോകാഡിന്റെ റെഫറൻസ്, ഞാൻ പറഞ്ഞു ഓട്ടോകാഡ് തന്നെയാണ് എല്ലായ്പ്പോഴും മാസ്റ്റർ എന്ന് പറയുന്നത് അല്ലെ. അല്ലെങ്കിൽ ഏതൊരു ഫയൽ അല്ലെങ്കിൽ ഏതൊരു ഇത് ചെയ്യുമ്പോഴും ബേസിക്കലി നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയർ, ഏതൊരു സോഫ്റ്റ്വെയർ ആയാലും അവിടെ ഓട്ടോകാഡിനെ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ മസ്റ്റ് ആയിട്ട് അവിടെ ഉണ്ടാവും അല്ലെ. ഒരു ഓട്ടോകാഡിനെ ഇമ്പോർട്ട് ചെയ്ത് ചെയ്യാനുള്ള, അപ്പൊ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഒരു ഓട്ടോകാഡ് 2D നിങ്ങളുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് either we can convert ഇത് 3D-ലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരാം, അല്ലെങ്കിൽ അതിന്റെ ഒരു ഡയമെൻഷൻസ് കൂടുതലായിട്ട് കാണിക്കേണ്ടി വരാം, ഡീറ്റെയിൽ റിപ്പോർട്ട്സ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരാം, ക്വാണ്ടിറ്റി സ്കെഡ്യൂൾസ് ഒക്കെ പ്രിപ്പയർ ചെയ്യേണ്ടി വരാം അല്ലെ. ആ ഒരു കേസിൽ വരുമ്പോഴാണ് അഡ്വാൻസ് സോഫ്റ്റ്വെയർ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക. ഈവൻ MEP ചെയ്ത് MEP ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് മെക്കാനിക്കൽ ഡ്രോയിങ്സ് ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ MEP എന്ന് പറഞ്ഞ ഫീൽഡിലേക്ക് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്ത് എടുക്കാറുണ്ട്. ഓക്കെ ഫൈൻ. അപ്പൊ നിങ്ങൾക്കൊരു ഇങ്ങനെ ചെയ്തൊരു ഫയൽ ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ കാണിച്ചു തരാം. രണ്ടുപേർക്കും, അതായത് ആർക്കിടെക്ചർ, മെയിൻ ആയിട്ട് ആർക്കിടെക്ചർ റിലേറ്റഡ് ആയിട്ടും എന്താണ് മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടും കാണിച്ചു തരാം. ബട്ട് അതറുള്ള ഓപ്ഷൻസ്, എയറോനോട്ടിക്കൽ എന്നുള്ള ഓപ്ഷൻസിലൊക്കെ സോളിഡ് വർക്ക്സ് അല്ലെങ്കിൽ അങ്ങനത്തെ സോഫ്റ്റ്വെയർ ഒക്കെയാണ് അതിന്റെ ഒരു പാർട്സ് ഡിസൈനിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ ഫൈൻ. അപ്പൊ നിങ്ങൾക്ക് ഒരു സ്ക്രീൻ കാണാനുണ്ടോ? ഇപ്പോൾ ഒരു സ്ക്രീൻ കാണാനുണ്ടോ? ഞാൻ രണ്ട് ഫയലും തൽക്കാലം കാണിച്ചു തരാം. ഓക്കെ, ഇതും ഒരു പ്ലാൻ വ്യൂ തന്നെയാണല്ലേ. ഓക്കെ, കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് സ്ക്രീൻ കാണാനുണ്ടോ? നിങ്ങൾക്ക് സ്ക്രീൻ കാണാണ്ട് ഞാൻ വരും കേട്ടോ എല്ലാവർക്കും. ഓക്കെ, സ്ക്രീൻ കാണാനുണ്ടോ? നിങ്ങൾ കമന്റ് ചെയ്യാവോ? ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കരിയർ പാത്ത് ഡിഫൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞു തരികയാണ്. നിങ്ങൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് നിങ്ങളുടെ കരിയറിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോഫ്റ്റ്വെയർ മേഖലയെ കുറിച്ചുള്ള കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ സോഫ്റ്റ്വെയർ മേഖലയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് എന്താണോ വേണ്ടത് നിങ്ങൾ ഡിഫൈൻ ചെയ്തിരുന്നിട്ട് തന്നെ വേണം നെക്സ്റ്റിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോ ഓട്ടോകാഡിൽ നിന്നുള്ളൊരു ഫയൽ ഞാൻ ഇന്നലെ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി കാണിച്ചു തരുന്നത്, ക്വിക്ക് ആയിട്ട് ഞാൻ ഇമ്പോർട്ട് ചെയ്ത് അങ്ങനെ ഇമ്പോർട്ട് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത ഒരു ഫയലാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ മാനുവലി ആണ് എന്ത് ചെയ്ത് ഓട്ടോകാഡിൽ സെക്ഷൻ ക്രിയേറ്റ് ചെയ്തത് അല്ലെ. ഇതിന്റെ ഒരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്ത് ഇതിന്റെ 3D വ്യൂ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു 3D വ്യൂ കാണാനുണ്ടോ? ആ ഒരു സിമ്പിൾ ഹൗസിന്റെ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിന്റെ 3D വ്യൂ ആണ്. ഓക്കെ, ഇതിന്റെ എലിവേഷൻ, ഈ ഒരു വീഡിയോ എലിവേഷൻ നമ്മൾ എന്തിൽ ക്രിയേറ്റ് ചെയ്തായിരുന്നു? ഓക്കെ, ഓട്ടോകാഡിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം നോക്കിയത്. ഇത് ഈസി ആയിട്ട് എങ്ങനെ ഓട്ടോകാഡിൽ കൺവേർട്ട് ചെയ്യാമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞത്, ഈ സോഫ്റ്റ്വെയറിന്റെ കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഒരു 3D എലിവേഷൻ ആണ് നമുക്കിവിടെ കാണാനല്ലേ. അപ്പൊ ഇതിന്റെ അതായത് ഓരോ സോഫ്റ്റ്വെയർ അഡ്വാൻസ് സോഫ്റ്റ്വെയറിലേക്ക് വരുന്നുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നിങ്ങൾക്ക് ഇപ്പൊ ആവശ്യം നിങ്ങൾ പറയാം എവിടെയെങ്കിലും ഒരു പോർഷനിൽ സെക്ഷൻ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഓട്ടോക്യാഡിലാണെങ്കിൽ മിനിമം ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 hour വേണം അത് ക്രിയേറ്റ് ചെയ്യാൻ. കാരണം ബിക്കോസ് വി ഹാവ് ടു ഡ്രാഫ്റ്റ് ഇറ്റ് മാനുവലി. നമ്മൾ തന്നെ എന്ത് ചെയ്യണം, മാനുവലി നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യണം. ഇവിടെ ഓൾറെഡി നമ്മൾ പ്ലാൻ വരയ്ക്കുമ്പോൾ തന്നെ സെക്ഷനും എലിവേഷനും ക്രിയേറ്റഡ് ആണ് എന്ന് നിങ്ങൾക്ക് പറയാം. എവിടെ വേണം എന്ന് സ്പെസിഫൈ ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഒരു സെക്ഷൻ എടുക്കാൻ നോക്കുക. ഞാൻ ഇവിടെ ഒരു സെക്ഷൻ എടുത്തു, സ്റ്റെയറിനെ കവർ ചെയ്യാതെ ഇങ്ങോട്ട് ഒരു സെക്ഷൻ എടുത്തു. ദെൻ വേറൊരു സെക്ഷൻ ഞാൻ ഇങ്ങനെ സ്റ്റെയറിനെ കവർ ചെയ്ത് ഞാൻ ഒരു ലൈൻ, ചുമ്മാ 2 ലൈൻസ് വരച്ചെന്ന് മാത്രം വിചാരിക്കുക കേട്ടോ. ഇപ്പൊ ഇതാണ് നമ്മൾ ഓട്ടോക്യാഡിൽ ഒരു സെക്ഷൻ ലൈൻ വരയ്ക്കാൻ ഞാൻ പറഞ്ഞില്ലേ, ഒരു ലൈൻ വേണം, അവിടെയാണ് സെക്ഷൻ വരുന്നത്. ഈ ഒരു സെക്ഷൻ എടുക്കുക പറഞ്ഞാൽ 3 സെക്കൻഡിന്റെ പരിപാടി മാത്രമേ ഉള്ളൂ. 3 സെക്കൻഡ് കൊണ്ട് എനിക്ക് എന്താ ഇതാ ഒരു ഓട്ടോക്യാഡിന്റെ സെക്ഷൻ ആയി. അതിന്റെ ഡിഫറെന്റ് വ്യൂല് കാണിക്കാം, ആസ്തെറ്റിക്കലി കാണിക്കാം, അതിന്റെ ഗ്രാഫിക്സിൽ കാണിക്കാം, അതിന്റെ ഡീറ്റെയിൽ പാർട്ട് നമുക്ക് നമ്മളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ മറന്നു പോകും കാണിക്കാം അല്ലെ. ഓട്ടോക്യാഡിൽ ചെറിയ ചെറിയ മൈനർ ഡീറ്റെയിൽ ചിലപ്പോൾ കാണിക്കാൻ നമ്മൾ ഹ്യൂമൻസ് ആണ് നമ്മൾ മറന്നു പോകുന്നത്. അത് ആ പാർട്ട് എന്തിനു വിട്ടുകൊടുക്കുക, സോഫ്റ്റ്വെയറിന് വിട്ടുകൊടുക്കുക, സോഫ്റ്റ്വെയർ ചെയ്യട്ടെ. എന്നാൽ നമ്മളാണ് നമുക്കൊരു ഫൈനൽ എൻഡ് പ്രോഡക്റ്റ്, ഒരു എഫക്റ്റീവ് ആയ പ്രോഡക്റ്റിലേക്ക് വരും. അപ്പൊ നമുക്കൊരു മൾട്ടിനാഷണൽ കോർപ്പറേറ്റ് എന്നുള്ള രീതിയിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ ഓട്ടോക്യാഡ് എപ്പോഴും ബേസിക്സ് ആയി വെച്ചുകൊണ്ട് ആ ഒരു പ്ലാനിൽ 3Dയിലേക്കും ആ പ്ലാനിൽ എലിവേഷനിലേക്കൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഒരു സ്കെഡ്യൂൾ റിപ്പോർട്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അതിനെ ഒരു ഹൈ എൻഡ് ലെവലിലേക്ക് പ്ലേസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എന്തായാലും ഒരു ഡിസൈൻ ഫീൽഡിൽ നിങ്ങളുടെ കരിയർ ഒന്ന് ഗ്രോത്തിലേക്ക് വരും. ഓക്കെ, അപ്പൊ ഓട്ടോക്യാഡ് എന്ന് പറഞ്ഞ ബേസിക്സ് എന്തായാലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ആ ഒരു ബേസിക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഹൈ എൻഡ് വരുമ്പോൾ ഇനി ഒരു സിമ്പിൾ ഒരു ഓട്ടോക്യാഡ് ഫയലാണ്. ഇതിന്റെ ചിലപ്പോൾ ഇതിൽ ആർക്കിടെക്ചേഴ്സ് ഉണ്ടാവും, ഇന്റീരിയർ വ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ലെ. അവർക്കായിട്ട് വേണമെങ്കിൽ നമുക്ക് എന്തുണ്ട് ഇതിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫയൽ നമുക്ക് ഇതേ കാര്യങ്ങൾ ഈ നേരത്തെ കണ്ട അതേ സെയിം ഹൗസ് ഡിസൈൻ ആണ്. നിങ്ങൾക്ക് സ്ക്രീൻ കാണാണ്ടല്ലോ അല്ലെ, എൻ്റെ എല്ലാവർക്കും സ്ക്രീൻ കാണാമെന്ന് വിചാരിക്കുന്നു. ആ സെയിം വർക്കാണ് ഞാൻ നിങ്ങൾക്ക് എന്തിൽ കാണിച്ചു തരുന്നത്, അതിന്റെ ഒരു റെൻഡറിംഗ് പറ്റിയാണ്. അപ്പൊ ഒരുപാട് ഒരു സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഒരു സിവിൽ റിലേറ്റഡ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒരുപാട് മേഖലകളിലേക്ക് തിരിയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയുടെ സ്റ്റാർട്ടിംഗ് ആണ് നമുക്ക് ഓട്ടോക്യാഡ്. ഓക്കെ, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഓപ്പർച്യൂണിറ്റിയിൽ നിന്ന് നിങ്ങൾ എങ്ങനെ ഡിഫൈൻ ചെയ്ത് നിങ്ങളുടെ പാത്ത് ക്ലിയർ ആക്കുന്നു എന്നതിലാണ് പ്രാധാന്യം. ഓക്കെ, ഒരുപാട് എഞ്ചിനീയേഴ്സ് ഉണ്ട് നമുക്ക്, അതിൽ നിന്ന് സ്കിൽ ആയിട്ടുള്ള എഞ്ചിനീയേഴ്സിനെ മാത്രമേ ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ളൂ. സ്കിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ സ്കിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ യു ഹാവ് ടു ബി ആഡ് എക്സ്ട്രാ. നിങ്ങളുടെ കയ്യിലെ മറ്റുള്ളവരെക്കാൾ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും വേണം. ഓക്കെ, അപ്പൊ എന്തൊരു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കോട്ട് ചെയ്യാം. ഓക്കെ, എനിക്കിത് അറിയാം. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഉള്ള ലെവൽ ഓഫ് ഔട്ട്പുട്ടിലേക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ചെറുതായിട്ട് ഒരു ഇന്റീരിയർ വ്യൂ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചു പോവുകയാണ് ഇതിന്റെ കൂടെ. അപ്പൊ റെൻഡർ ചെയ്യുന്നവർക്ക്, ചിലർക്ക് ആർക്കിടെക്ചേഴ്സിനാണെങ്കിൽ റെൻഡർ ചെയ്ത് ഇന്റീരിയർ കാണിക്കുക അല്ലെങ്കിൽ അതിന്റെ എലിവേഷൻ കാര്യങ്ങളും കാണിക്കുക എന്നുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ അഭിരുചി അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യപ്രകാരമുള്ള ഫീൽഡുകൾ നിങ്ങൾ കരിയറിൽ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്കിവിടെ പറയാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്ത ഒരു ഫയലിന്റെ ഔട്ട്, അങ്ങനെ ചെയ്ത ഒരു ഫയലിന്റെ ഒരു ക്വാളിറ്റി 3D ഔട്ട് ആണ് അല്ലെങ്കിൽ വിത്ത് ലൈവ് റെൻഡറിങ് ഔട്ട് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അല്ലെ. ഓക്കെ, അങ്ങനെയും ചെയ്യാം. ഓക്കെ, അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് ഈ സോഫ്റ്റ്വെയറിന്റെ കുറച്ച് ഫീച്ചേഴ്സ്. നൈറ്റ് വിഷനിലേക്ക് മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലൈറ്റ്സ് ഒക്കെ ഗ്ലോ ചെയ്യും. ഓക്കെ, സോഫ്റ്റ്വെയറിന്റെ ഫീച്ചേഴ്സ് ആണ്. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യണമെങ്കിൽ അഡ്വാൻസ് ബേസിക്സ് എപ്പോഴും എവിടെ തന്നെയാണ് നമ്മുടെ ഓട്ടോക്യാഡ്. ഇനി MEP കാരുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിലോ, ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ട് ഒരു ഫയൽ കാണിച്ചു തരാം MEP കാര്യത്തിൽ ചെയ്യുമ്പോൾ. ഓക്കെ, അഗൈൻ ഒരു 3D മോഡൽ ഞാൻ കാണിച്ചു തരാം. MEP പറയുമ്പോൾ എന്താ അവിടെ ഡക്റ്റ് ഡിസൈൻസ് എല്ലാ കാര്യങ്ങളും ഉണ്ടാവും അല്ലെ. ഓക്കെ, ആ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ കാണാം. ഓക്കെ, ജസ്റ്റ് ഒരു സെക്കൻഡ് 1 സെക്കൻഡ്. ഓക്കെ, ആ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ കാണാം എന്നുള്ളതാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. ഓക്കെ, ഫൈൻ. ഓക്കെ, ഡിസ്പ്ലേ കോർഡിനേഷൻ. ഫൈൻ. ഓക്കെ, 1 സെക്കൻഡ്. ഓക്കെ, ഞാൻ തൽക്കാലം ഒന്ന് ഈ എലമെന്റ് ഒന്ന് ഹൈഡ് ചെയ്ത് കാണിക്കുന്നുണ്ടല്ലോ. ഓക്കെ, ഇവിടെ വെച്ചിരിക്കുന്ന ഈ പ്രോപ്പർട്ടികളുടെ ഡിസൈൻ എങ്ങനെ കാണിക്കണം എന്നുള്ളതിലാണ് അതിന്റെ പ്രാധാന്യം വരുന്നത്. ഓക്കെ, അതായത് നമ്മളിപ്പോ ഒരു ഡിസൈൻ ചെയ്ത ഒരു ഹൗസ്. ഓക്കെ, ഇതിൽ ഞാൻ എന്റെ ലോഡ് ഒന്ന് ഫയൽ ഒന്ന് ലോഡ് ചെയ്തിട്ട്. ഓക്കെ, 1 സെക്കൻഡ്. ഓക്കെ, 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 ഫൈൻ. ഞാൻ ഫയൽ അതിലേക്ക് MEP ഫയൽ ഒന്ന് ലോഡ് ചെയ്തിട്ട് ഞാൻ MEP ഫയൽ ലോഡ് ചെയ്തൊരു ഫയൽ കാണിച്ചു തരാം. ഓക്കെ, 1 സെക്കൻഡ്. ഓക്കെ, ഒരു ഫയൽ കാണിച്ചു തരാം. ഓക്കെ, ലിങ്ക് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. ഓക്കെ, അപ്പൊ MEP ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെ സ്പെസിഫിക് ആയിട്ട് പറയണം. ഒരു ആർക്കിടെക്ചർ ചെയ്ത ഫയലിലായിരിക്കാം ഒരു MEP ചെയ്യേണ്ട വരിക അല്ലെ. അതായത് ഒരു ബിൽഡിങ്ങിന്റെ മുകളിലായിരിക്കും ഡക്റ്റ് ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട വരിക. അപ്പൊ ആ ഒരു കാര്യം ഇവിടെ പെട്ടെന്നൊന്ന് ഓക്കെ ഞാൻ എന്ത് ചെയ്യുന്നു കാണിച്ചു തന്നെ നിർത്തുന്നു. ഓക്കെ, അപ്പോ ഈ ലിങ്ക് ചെയ്ത ഫയൽ മിസ്സിംഗ് ആണ്, അതുകൊണ്ടാണ് ഇഷ്യൂസ് ഇല്ല. ഓക്കെ, നേരത്തെ കണ്ട അതേ ഹൗസിൽ ഓക്കെ അതേ ഒരു അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു സ്കൂൾ മോഡലിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു MEP ഡ്രോയിങ് ഒന്ന് കാണിച്ചു കൊടുക്കുക കേട്ടോ. 1 സെക്കൻഡ്. ഓക്കെ, ഓക്കെ, ഫൈൻ.
ഓക്കെ, എനിവേസ് ഞാനൊന്ന് കാണിച്ചത്. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന ഒരു മോഡലിന്റെ ഓക്കെ ഞാൻ ലിങ്ക് ചെയ്യുമ്പോൾ ഒന്ന് കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാറുണ്ട്. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന ഒരു MEP ഡക്ട് ഡിസൈൻ, അതിന്റെ ഇലക്ട്രിക്കൽ കേബിൾസ് അത് എങ്ങനെയായിരിക്കണം, ഓക്കെ അതിന്റെ പ്ലംബിംഗ് ലേഔട്ട്, ഇങ്ങനത്തെ കാര്യങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിരുമ്പോൾ അതിന്റെ ഒരു വാട്ടർ ഇങ്ങനത്തെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുമ്പോഴാണ് മെക്കാനിക്കൽ ഫീൽഡിൽ ഒരു ഔട്ടിലേക്ക് നിങ്ങൾ എത്തുക. ഓക്കെ, അപ്പൊ ഇതൊക്കെ ചെയ്തു വരുമ്പോൾ ആർക്കിടെക്ചർ ചെയ്ത വർക്കും മെക്കാനിക്കൽ ചെയ്ത വർക്കും സ്ട്രക്ചറലി ചെയ്ത വർക്കും ഒക്കെ കോറിലേറ്റഡ് ആയിട്ട് ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്ത് പോകണം. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഓക്കെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഹൈ എൻഡ് ലെവലിലേക്ക് ചെയ്യുമ്പോൾ വർക്ക് ഷെയറിംഗ് ഇനേബിൾ ചെയ്തിട്ടുള്ള വർക്ക് ഒക്കെ ചെയ്യാൻ ഒന്നും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആണ് ബെറ്റർ ആയിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ ഒരു ചെറിയൊരു ഐഡിയ, ജസ്റ്റ് നെക്സ്റ്റ് എന്തൊരു വിൻഡോയിലേക്ക് കിടക്കണം എന്നുള്ള ഒരു ചെറിയൊരു ഐഡിയ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണോ എല്ലാവർക്കും? ഒന്ന് ചാറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ അപ്പോ നമുക്കിവിടെ ബേസിക്കലി നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഓട്ടോക്യാഡിന്റെ ബേസിക് ടൂൾസ് ആണ് നമ്മൾ കവർ ചെയ്ത്. ഫ്രം ഒരു ഡ്രോ പാനൽസിലെ എല്ലാ ടൂൾസും നമ്മൾ കവർ ചെയ്തു. ഓക്കെ, ലൈൻ, പോളിലൈൻ, സർക്കിൾ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സർക്കിൾ നമ്മൾ പറഞ്ഞു അല്ലെ. ആർക്ക് എങ്ങനെ വരയ്ക്കാം, ഹാച്ച് എന്താണ്, അത് എങ്ങനെ കൊടുക്കണം, ഹാച്ചിന്റെ ട്രാൻസ്പാരൻസി, ഓക്കെ അതിന്റെ എല്ലാം എലിപ്സ് അല്ലെങ്കിൽ റെക്ടാംഗിൾ ഡ്രോയിങ്സ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഞാൻ ഒന്നുകൂടെ സ്ക്രീൻ ഒന്ന് ഒട്ടേക്കാട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്ക്രീൻ കാണുന്നത് വരിക എല്ലാവർക്കും. ഓക്കെ ഫൈൻ. ഓക്കെ, ഇങ്ങനത്തെ ഒരു കാര്യങ്ങളിലൂടെ ആയിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വന്നത്. ദെൻ മോഡിഫിക്കേഷൻ പഠിച്ചിട്ട് ഓരോ ഇതിന്റെ കൂടെയും ഒരു ലൈൻ വരച്ച് എങ്ങനെ മോഡിഫൈ ചെയ്യാം, ഒരു റെക്ടാംഗിൾ വരച്ച് എങ്ങനെ മോഡിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഒരു പ്ലാനിലേക്ക് വന്നാൽ അതിനെ ട്രിം ചെയ്ത് എവിടെ വെക്കാം, എവിടെയൊക്കെ ട്രിം ചെയ്താണ് ആ ഒരു വ്യൂയിലേക്ക് എത്തിക്കാൻ പറ്റുക. അറേ എന്താണ്, ഫില്ലറ്റ്, കോപ്പി, സ്ട്രെച്ച്, സ്കെയിൽ അല്ലെ. സ്കെയിൽ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാനൊരു മെക്കാനിക്കൽ ഡ്രോയിങ്ങിന്റെ എക്സാമ്പിളോട് കൂടിയും ഒരു സിവിൽ ഡ്രോയിങ്ങിന്റെ 2 എക്സാമ്പിളോട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല ഒരു വിൻഡോനെ എങ്ങനെ ഡ്രോയിങ് ചെയ്ത് വെക്കാം. അത് ഇനി ഒരു വൺ സൈഡ് മാത്രമാണ് സ്കെയിൽ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ബ്ലോക്കിലേക്ക് പോയി അല്ലെ. ബ്ലോക്ക് ഡിഫൈൻ ചെയ്തിട്ട് ബ്ലോക്കിന്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യുന്ന ഒരു കമാൻഡ് നമ്മൾ പറഞ്ഞു. ലെയർ, ഒരു ഡ്രോയിങ് ഞാൻ എപ്പോഴും പറയുന്നു, നിങ്ങൾക്ക് എന്ത് വരയ്ക്കാനും ഈ ഒരു 5 ടൂൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരച്ചെടുക്കാം. അതിങ്ങനെ റീഡബിൾ ആക്കി, എങ്ങനെ അക്യുറേറ്റ് വേയിൽ എങ്ങനെ നല്ലൊരു രീതിയിൽ റീഡബിൾ ആക്കുക, പ്രസന്റ് ചെയ്യുക, ഇതിനൊക്കെയുള്ള ഹെൽപ്പിംഗ് എയ്ഡ്സ് ആയിരിക്കും ലെയർ, ബ്ലോക്ക്. നിങ്ങളുടെ വർക്കിന്റെ സ്പീഡ് കൂട്ടുക. അനോട്ടേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? ഞാനൊരു ഈ ഒരു വ്യൂവിനെ വരച്ചു കഴിഞ്ഞാൽ അത് ഇന്നതാണ്, അത് ബെഡ്റൂം ആണ് വിത്ത് ദിസ് ഏരിയ എന്ന് സ്പെസിഫിക് ആയിട്ട് കൊടുക്കാൻ നോക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ വെരിഫൈ ചെയ്യുന്ന ആൾക്ക് കൊടുക്കാൻ വേണ്ടിയൊക്കെയാണ് നമ്മൾ ഈ അനോട്ടേഷൻ കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് വരയ്ക്കാൻ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ നമ്മളൊരു പ്ലാൻ കംപ്ലീറ്റ് ചെയ്തായിരുന്നു അല്ലെ. എക്സൽ ലൈൻ എന്നുള്ള 2-3 കമാൻഡ്സ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. അപ്പൊ ആ ഒരു ഔട്ടിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് ഇത് മതി. ബട്ട് അതിനെ ഈസി വേയില് നല്ലൊരു റീഡബിൾ ആക്കി നല്ലൊരു ഡ്രോയിങ് ആക്കി എങ്ങനെ അറേഞ്ച് ചെയ്യാം, ഓക്കെ ആ എങ്ങനെ അറേഞ്ച് ചെയ്ത ഒരു ലേഔട്ടിൽ നിന്ന് പ്രിന്റ് എടുക്കാം എന്നതിലാണ് പ്രാധാന്യം. ഓക്കെ, ആ ഒരു ഐഡിയയിലേക്ക് എല്ലാവർക്കും എത്താൻ പറ്റിയിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ക്ലിയർ ആണോ? അപ്പൊ നമ്മളൊരു 10 days, നിയർലി 10 days ക്ലാസ് അല്ലെ, 10 days ക്ലാസ്സോളം നമുക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, എല്ലാവർക്കും അത് ഒരു യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അറ്റൻഡൻസ് അത് നിങ്ങൾ അവിടെ മാറ്റി നിർത്തുക. ഈ തന്ന കണ്ടന്റിനെ നിങ്ങളുടെ ലൈഫിലേക്ക് അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു പോകാം. ഓക്കെ, ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ? സോറി. സോറി കേട്ടോ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെ ആ എലമെന്റിനെ പ്ലേസ് ചെയ്യാം അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ആവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അല്ലെ. ഓക്കെ, ഓക്കെ മനസ്സിലായോ എല്ലാവർക്കും? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ചാറ്റിൽ ഇടുവോ? ഓക്കെ ഫൈൻ. ഓക്കെ, ക്ലിയർ. ഓക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലെ. ഓക്കെ ഓക്കെ, അപ്പോ അങ്ങനെ ഡിഫൈൻ ചെയ്ത് കിട്ടുന്ന ഒരു ഫയലിന്റെ എൻഡ് ഔട്ട്പുട്ടിലേക്ക് എത്തി നമ്മൾ PDF എന്ന് പറയുന്ന ഒരു ലേഔട്ട് വരെ നമ്മൾ എൻഡ് ചെയ്തു. ക്ലിയർ ആണ് അല്ലെ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നിങ്ങൾ യൂസ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ അത് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ അത് എക്സിക്യൂട്ട് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ യൂസിലേക്ക് വരുള്ളൂ കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്? നിങ്ങളുടെ യൂസിലേക്ക് വരുള്ളൂ. എന്നാൽ മാത്രമേ നാളത്തെ ഒരു ഫീൽഡിലേക്ക് നിങ്ങൾക്ക് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ആ ഒരു ഫീൽഡിലേക്ക് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ നിങ്ങളുടെ എന്ത് വേണം, ഈ ടൂൾ നിങ്ങളിൽ ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് അതിനെ ഡെവലപ്പ് ചെയ്ത് ആ ഒരു ഔട്ടിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ഓക്കെ ഫൈൻ. അപ്പോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും, സോറി വീഡിയോ ഒന്നും എനഫ് ആയിരുന്നു, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു നല്ലൊരു രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റിയ അറൌണ്ട് ഒരു 200 ഇപ്പോഴും പാർട്ടിസിപ്പേഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും സന്തോഷം. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്ര കാര്യങ്ങൾ പറഞ്ഞു. കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഞാൻ നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു.
ഓക്കെ, നിങ്ങൾ ഡൗട്ട്സ് ചോദിക്കുക. നമുക്ക് നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ അവിടെ, UIT ആപ്പ് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ എപ്പോഴും ലൈവ് ആയിട്ട് ഇരിക്കുക. നിങ്ങൾക്ക് എന്ത് അപ്ഡേറ്റ്സിൽ വേണമെങ്കിലും എന്ത് അപ്ഡേറ്റ്സ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, UIT ആപ്പ് നമ്മുടെ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? അപ്പൊ ഒരു ക്വിക്ക് സെഷൻസ് ആയിരുന്നെങ്കിലും അത് മാക്സിമം ഒരു നിങ്ങളുടെ കരിയറിന്റെ ഗ്രോത്തിലേക്ക് യൂസ്ഫുൾ ആയിട്ട് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഞാൻ കൊളീഗ് മിസ്റ്റർ മിഥുൻ സാറെ ഞാൻ വെൽക്കം ചെയ്യുന്നുണ്ട്. സാറ് നിങ്ങളായിട്ട് സംസാരിക്കുമല്ലോ. ഓക്കെ, ഓവർ ടു യു സാർ. ഓക്കെ, താങ്ക് യു ബെസ്റ്റിൻ സാർ ഫോർ ദിസ് വണ്ടർഫുൾ സെഷൻ. അതായത് എല്ലാവർക്കും ഇനി കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. ഈ ഒരു റെസ്പോൺസ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ എന്തായാലും എല്ലാവരുടെയും പേരിലോ ഓൺ ബിഹാഫ് ഓഫ് CAD International ആൻഡ് ഓൾ ദി ടീം മെമ്പേഴ്സ്, താങ്ക് യു ഓൾ ഫോർ ജോയിനിങ് വിത്ത് അസ്. നിങ്ങൾ നല്ല രീതിയിൽ ഇപ്പൊ സാറ് നേരത്തെ പറഞ്ഞ പോലെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കരിയറിന്റെ ഒരു വലിയൊരു പാർട്ടാണ്. അപ്പൊ സൂപ്പർ ആയിട്ട് ഏറ്റവും ബെസ്റ്റ് രീതിയിലേക്ക് ക്വാളിറ്റി ഒരിക്കലും ചോർന്നു പോവാത്ത രീതിയിൽ നിങ്ങൾ പഠിച്ച് ചെയ്ത് സൂപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തുക. പിന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഡീറ്റെയിൽ ആയിട്ട് എപ്പോഴും നാളത്തെ ട്രെൻഡ് എന്താണെന്നുള്ളത് ഇന്ന് പഠിച്ചിട്ട് അത് നോക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പൊ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കുക ഇൻഡസ്ട്രിയിൽ. അതാണ് ഇപ്പൊ ഞങ്ങൾക്കൊക്കെ, ഞങ്ങളിപ്പോ കഴിഞ്ഞ വർഷം അറിഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ മന്തിൽ അറിഞ്ഞ കാര്യങ്ങൾ ഇന്ന് നോക്കുമ്പോൾ അത് പഴയതായി. ഇന്ന് പഴയ എന്താ പറയാ മുന്നേ സംഭവമാണെന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും ഇന്നൊന്നും അല്ല. അപ്പൊ പുതിയത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എപ്പോഴും നിങ്ങൾ അത്രയ്ക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള രീതിയിലേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ അപ്ഡേറ്റ് ആവാൻ നോക്കുക. അങ്ങനെ പിന്നെ ഈ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിലും നമ്മളുണ്ടാവും. അപ്പോ എന്താ പറയാ, എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. എന്തായാലും സൂപ്പർ ആയിട്ട് വരട്ടെ. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ കം ഫോർവേഡ് ജസ്റ്റ് ടു ഹിയർ ഫ്രം യുവർ സൈഡ് അബൌട്ട് ദ സെഷൻ ആൻഡ് കംപ്ലീറ്റ്. ജസ്റ്റ് വീഡിയോ ഓൺ ചെയ്തിട്ട് പറയാന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ. കേൾക്കാനുണ്ടോ എല്ലാവർക്കും? അപ്പൊ ആരെങ്കിലും ഒരാള് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലെ, കാരണം ഇത്രയും നാൾ നിങ്ങൾ എല്ലാവരും എല്ലാവരും ഒന്നും ഉണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. കാരണം ഇത്രയധികം പാർട്ടിസിപ്പേഷൻസ് ഉള്ളതുകൊണ്ടാണ്. ആരെങ്കിലും ഒന്ന് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ പാലക്കാട് നിന്നാണ് സംസാരിക്കുന്നത്. ഈ പ്രോഗ്രാം ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഈ 10 ഡേയ്സിൽ ഈ ഓട്ടോകാഡിന്റെ ബേസിക്സ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നപ്പോ ടു ബി ഫ്രാങ്ക് ഞങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റിയത് ഈ ഒരു ഓട്ടോകാഡിന്റെ ഒരു ഭയങ്കര എന്താ പറയുക റിലവൻസ് ആണ് ഇപ്പോഴത്തെ മാർക്കറ്റില്. പിന്നെ ഇപ്പൊ സാർ അവസാനം പറഞ്ഞ പോലെ ഇത് ജസ്റ്റ് ഒരു ബേസിക്സ് ആണ്, ഇനിയും ഗ്രോ ചെയ്യാനുണ്ട്. സോ ആ കിട്ടിയ അറിവുകൾ വെച്ച് ഇനിയും ഞങ്ങൾ ഇതിൽ പ്രോഗ്രസ് ചെയ്യാൻ നോക്കാം. ഇനിയും ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നതിന്, അതും ഫ്രീ ആയിട്ട് ഇങ്ങനത്തെ ഒരു വിദ്യ ഞങ്ങൾക്ക് പകർന്നു തന്നതിന് വളരെ നന്ദി സർ. താങ്ക് യു സോ മച്ച്. Thank you so much Sharath. Thank you so much for your valuable feedback. എന്തായാലും ഇങ്ങനെ കേൾക്കുന്നതാണ് ശരിക്കും നമുക്കും ഒരു ഇൻസ്പിറേഷൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾവേസ് നോളജ് എന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്യാനുള്ളതാണല്ലോ. അപ്പൊ ഷെയർ ചെയ്യുന്നതോറും അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഒരാളുടെ കൂടെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരുന്നു. എനിബഡി? ആരെങ്കിലും ഒരാളും കൂടെ പറയുകയാണെങ്കിൽ. നമുക്ക് ഇത്രയും നാൾ എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തിരിക്കുന്നത്, പക്ഷെ ഞാൻ എല്ലാവരും മ്യൂട്ട് ചെയ്യാനാ പറയാറില്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾ എല്ലാവരും എനർജറ്റിക് ആയിട്ട് നിൽക്കുകയാണ് എന്നോട് സംസാരിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചായിരുന്നത്. ഓക്കെ, അപ്പൊ ഒരു 185 ആർക്കെങ്കിലും അവർക്ക് ഒരു അഭിപ്രായം എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് നമ്മളെ തന്നെ ഒന്ന് നമ്മുടെ സെഷൻ. ഓക്കെ, ഫൈൻ. സർ, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻസ് ആയിരുന്നു. ഞാൻ ബിടെക് പഠിക്കുന്ന സ്റ്റുഡന്റ് ആണ്. ഞങ്ങൾക്ക് CAD ഉണ്ടായിരുന്നെങ്കിലും ബേസിക്സ് മുതൽ എടുത്തു തന്നു. ഇൻഫോർമേറ്റീവ് സെഷൻ തന്നെയായിരുന്നു. ഞാൻ നിങ്ങളുടെ വേറൊരു സെഷൻ പണ്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, റിവറ്റിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അതും 3 ഡേ വർക്ക്ഷോപ്പ് ആയിരുന്നു. അതും ഓട്ടോകാഡും വെരി ഇൻഫോർമേറ്റീവ് സെഷൻസ് തന്നെയായിരുന്നു. താങ്ക്സ് ഫോർ CAD. ഓക്കെ. താങ്ക് യു മിനു, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഇനി അധികം ഒന്നും പറയുന്നില്ല. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ, നല്ല രീതിയിൽ ഉയരങ്ങളിൽ എത്തുക. അപ്പൊ എല്ലാവിധ സപ്പോർട്ടും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാ സപ്പോർട്ടും നമ്മുടെ കയ്യിൽ നിന്നുണ്ടാവും. പിന്നെ
നമ്മുടെ ഗ്രൂപ്പിൽ ഒരു ഫീഡ്ബാക്കിന്റെ ലിങ്ക് ഷെയർ ചെയ്യും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക്, ഒരു ഓപ്പൺ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് തരികയാണെന്നുണ്ടെങ്കിൽ ഈവൻ വി ക്യാൻ മേക്ക് ഇറ്റ് മോർ ഇംപ്രൂവ്. കുറച്ചുകൂടെ നല്ല രീതിയിൽ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നിങ്ങളുടെ ഫീഡ്ബാക്ക്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ടു എവ്രി വൺ ആൻഡ് വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫ്രം CAD ഇന്റർനാഷണൽ. സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഒന്നുകൂടെ ഒന്ന് പറയാമോ? ഈ പ്രൊജക്ടിന്റെ കാര്യമൊക്കെ പ്രൊജക്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ നിങ്ങൾ എല്ലാവരും? ഇപ്പൊ ഒരു അൾട്ടിമേറ്റ് ഞാൻ പറയാം സാർ. അൾട്ടിമേറ്റ് എൻഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു രീതിയിലേക്കാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് തരുന്നത് അല്ലെ. ഒരു പ്ലാൻ ഞാൻ നിങ്ങൾക്ക് അതായത് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനാണ് അവർക്ക് റിലേറ്റഡ് ഒരു അസംബ്ലി ഡ്രോയിങ് ഞാൻ നിങ്ങൾക്ക് ഒരു സാമ്പിൾ ഡ്രോയിങ് നിങ്ങൾക്ക് സെയിം വേ നമ്മൾ UAT ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്നത് പോലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സെയിം ഹിയർ സിവിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ സെക്ഷൻ എലിവേഷൻ എന്ന രീതിയിലാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് യു ഹാവ് ടു ക്രിയേറ്റ്, നിങ്ങളൊരു പ്ലാൻ എലിവേഷൻ സെക്ഷൻ എന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്യുക. ഔട്ട്സ് നമുക്ക് എന്ത് ചെയ്യാം, ഫൈനൽ എൻഡ് പ്രൊജക്ട് പോലെ നമ്മുടെ UAT ആപ്പിലെ ഒരു അസൈൻമെന്റ് ആയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യാം. അവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യാം. ഓൺ ദ ബേസിസ് അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കോർഡിനേറ്റേഴ്സ് വഴി നിങ്ങളിലേക്ക് എത്തും. ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് എല്ലാം സപ്പോർട്ടീവ് അവിടെ നിന്നുണ്ടാവും കേട്ടോ. ക്ലിയർ അല്ലേ പ്രൊജക്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ? ഓക്കെ, താങ്ക് യു സർ. ക്ലിയർ ആണ്. ശരി, ഓക്കെ ഫൈൻ. സാർ അങ്ങനെയാണെങ്കിൽ Okay then, so wind up PM. So thank you so much. Thank you, Beston. Thank you so much. See you then. Take care. Bye.